മെറ്റീരിയൽ സയൻസ് ആൻഡ് മെട്രോളജിയുടെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഫോർത്ത് മൊഡ്യൂളിലെ നമ്മുടെ രണ്ടാമത്തെ ക്ലാസ്സാണ്. നമ്മൾ കൊണ്ടിരിക്കുന്ന ടോപ്പിക്ക് മെഷറിംഗ് ഇൻസ്ട്രുമെൻസിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ നമ്മൾ പഠിച്ച ടോപ്പിക്സ് വെച്ച് നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിലെ 4 ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ ജസ്റ്റ് നോക്കിപ്പോയിട്ടുണ്ടായിരുന്നു. നമുക്ക് മനസ്സിലായത് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ പഠിച്ചിട്ടുള്ള ടോപ്പിക്കിൽ നിന്ന് ഏകദേശം ഒരു കഴിഞ്ഞ ക്ലാസ്സിൽ 11 മാർക്കിനോളം ക്വസ്റ്റ്യൻസ് 11 മാർക്കിൻ്റെയോളം ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാനുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിർത്തിയിട്ടുണ്ടായിരിക്കുക നമ്മുടെ കമ്പാറ്റേഴ്സിനെ കുറിച്ചാണ്. മെക്കാനിക്കൽ കമ്പാറ്ററും പറഞ്ഞിട്ടുണ്ടായിരിക്കും, അതിൽ ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്ററാണ് അതിൽ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇലക്ട്രിക്കൽ കമ്പാറ്ററും പറഞ്ഞു, അതിനെക്കുറിച്ച് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കും. അതുപോലെ നമുക്ക് അടുത്തായിട്ട് വരുന്ന എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു കമ്പാറ്ററാണ് നമ്മുടെ ന്യൂമാറ്റിക് കമ്പാറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ വളരെ എളുപ്പമുള്ളൊരു വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ഇതിൽ വരുന്നത്. അതായത് നമ്മുടെ പ്രഷറിൻ്റെ ഡിഫറൻസ്. ഓക്കെ, ഒരു കംപ്രസറിൽ നമ്മൾ കംപ്രസ് ചെയ്ത എയർ ഉപയോഗിച്ച് ആ ഒരു എയറിൻ്റെ പ്രഷർ ഡിഫറൻസിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിനനുസരിച്ചാണ് നമ്മൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു സർഫസിൻ്റെയൊക്കെ വേരിയേഷൻസ്, ഡയമെൻഷനിൽ വരുന്ന വേരിയേഷൻസൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. സോ നമ്മുടെ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കാനുള്ള ഒരു ഡയഗ്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ പറഞ്ഞ് നോക്കാം. എ ന്യൂമാറ്റിക് കമ്പാരറ്റർ ഓൾസോ നോൺ ആസ് പ്രഷർ കമ്പാരറ്റർ. അപ്പോൾ ന്യൂമാറ്റിക് കമ്പാരറ്ററിൻ്റെ മറ്റൊരു പേരാണ് പ്രഷർ കമ്പാരറ്റർ എന്ന് പറയുന്നത്. ഈസ് എ പ്രിസിഷൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഇൻ മെട്രോളജി ടു കമ്പയർ ഡയമെൻഷൻസ് ബൈ മെഷറിംഗ് എയർ പ്രഷർ ചേഞ്ചസ്. നമ്മൾ പറഞ്ഞ പോലെ ഒരു കംപ്രസ്ഡ് എയറിൻ്റെ പ്രഷർ ചേഞ്ചസിന് അടിസ്ഥാനത്തിലാണ് നമ്മൾ അവിടെ ഉണ്ടാകുന്ന ആ ഒരു ഡയമെൻഷൻസിൻ്റെ വ്യത്യാസങ്ങൾ നമ്മൾ കമ്പയർ ചെയ്യുന്നത്. സോ അതാണ് നമ്മുടെ ന്യൂമാറ്റിക് കമ്പാരറ്ററിൻ്റെ ഏറ്റവും ബേസിക്കായുള്ളൊരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഉള്ള എക്യുപ്മെൻറ്റ്സിൻ്റെ അല്ലെങ്കിൽ ഡിവൈസിൻ്റെ പേരുകൾ ജസ്റ്റ് മനസ്സിലാക്കാം. ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് എ വെർട്ടിക്കൽ സിലിണ്ടർ ഫിൽഡ് വിത്ത് വാട്ടർ. അപ്പോൾ ഒരു വെർട്ടിക്കൽ സിലിണ്ടർ ഉണ്ട്, നമ്മൾ ഫിഗറിലേക്ക് നോക്കാം. ഇതാണ് നമ്മുടെ വെർട്ടിക്കൽ സിലിണ്ടർ. അതിൽ നമ്മൾ വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്. വെർട്ടിക്കൽ സിലിണ്ടറിൽ വാട്ടർ ഫില്ല് ചെയ്തിട്ടുണ്ട്. ഫിൽഡ് വിത്ത് വാട്ടർ അറ്റ് എ സർട്ടൈൻ ലെവൽ ആൻഡ് എ ട്യൂബ് ഈസ് ഡിപ്പ് അപ് ടു ഡെപ്ത് കറസ്പോണ്ട് ടു ദ റിക്വയർഡ് പ്രഷർ. അതുപോലെ ആ ഒരു സിലിണ്ടറിനകത്തേക്ക്, ഇവിടെ കാണുന്ന സിലിണ്ടറിനകത്തേക്ക് ഒരു ട്യൂബ് ഡിപ്പ് ചെയ്ത് മുക്കി വെച്ചിട്ടുണ്ട് അല്ലേ. അതുപോലെ അതിനകത്ത് വാട്ടറാണുള്ളത്. എ മാനോമീറ്റർ ഈസ് കണക്റ്റഡ് ബിറ്റ്വീൻ സിലിണ്ടർ ആൻഡ് കൺട്രോൾ ഒറിഫൈസ്. അപ്പോൾ ഈ സിലിണ്ടറിനെയും അതുപോലെ അതുപോലെ ഇവിടെ ഈ ഒരു ട്യൂബിൻ്റെ അകത്ത് നമ്മുടെ കൺട്രോൾ ഒറിഫൈസ് എന്ന് പറയുന്നൊരു ഭാഗമുണ്ട്. അതായത് നമ്മുടെ ഒരു ഒറിഫൈസ് സെക്ഷൻ വരുന്നുണ്ട്. അപ്പോൾ ആ കൺട്രോൾ ഒറിഫൈസിനെയും തമ്മിൽ, നമ്മുടെ ഈ സിലിണ്ടറിൻ്റെയും ഈ കൺട്രോൾ ഒറിഫൈസിൻ്റെയും തമ്മിലുള്ള ഡിഫറൻസ് ഓഫ് പ്രഷർ കിട്ടാനായിട്ട് നമ്മളിവിടെ ഒരു മാനോമീറ്ററിൻ്റെ അറേഞ്ച്മെൻറ്റ് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ മാനോമീറ്ററിൻ്റെ അറേഞ്ച്മെൻറ്റാണ് ഇവിടെ കാണുന്നുണ്ടായിരിക്കുക. അതായത് നമ്മുടെ ഈ സിലിണ്ടറിൻ്റെയും ഈ ഒറിഫൈസിൽ ഉണ്ടാകുന്ന പ്രഷറിൻ്റെയും ഡിഫറൻസിന് അനുസരിച്ച് നമുക്ക് മനസ്സിലാക്കാനുള്ള ഒരു ഭാഗമാണ് നമ്മുടെ ഈ ഒരു മാനോമീറ്ററിൻ്റെ ഭാഗം. The constant air pressure passes through control orifice and out from the measuring jet. In no restriction, when the air is out, the level of water in manometer tube will coincide with that cylinder. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ വർക്ക് പീസ്. ഓക്കെ, ഈ ഒരു ഭാഗത്താണ് നമ്മുടെ വർക്ക് പീസ് വെക്കുന്നുണ്ടായിരിക്കുക. അതുപോലെ ഇവിടെ മെഷറിംഗ് ജെറ്റ്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഭാഗത്തായിരിക്കും നമ്മുടെ വർക്ക് പീസിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ഫസ്റ്റ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ മെഷറിംഗ് ജെറ്റ്സിൻ്റെ ഈ ഒരു ഭാഗത്താണ് നമ്മുടെ ഇവിടെ ഉണ്ടാകുന്ന വർക്ക് പീസിൻ്റെ സർഫസിലൊക്കെയുള്ള ചെറിയ ഒരു സർഫസിൻ്റെ ഡയമെൻഷൻസിൽ ഉണ്ടാകുന്ന ചെറിയ വ്യത്യാസങ്ങൾ മനസ്സിലാക്കുന്ന ഭാഗം ഈ ഒരു മെഷറിംഗ് ജെറ്റ് എന്ന് പറയുന്ന ഭാഗത്തായിരിക്കും. സോ ഇവിടെ ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ ഈ സെൻറ്റൻസിൽ പറഞ്ഞു ദ കോൺസ്റ്റൻറ്റ് എയർ പ്രഷർ പാസസ് ത്രൂ കൺട്രോൾ ഒറിഫൈസ്. അപ്പോൾ നമ്മുടെ ഇവിടെ ഒരു കംപ്രസർ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്, എയർ കംപ്രസർ യൂസ് ചെയ്യുന്നുണ്ട്. ആ എയർ കംപ്രസർ നമ്മൾ കംപ്രസ് ചെയ്ത എയർ ഫിൽറ്റർ വഴി നമ്മൾ ഈ ട്യൂബിലൂടെ അങ്ങോട്ട് പാസ് ചെയ്യിക്കുകയാണ്. ഈ ട്യൂബിലൂടെ അങ്ങോട്ട് പാസ് ചെയ്യിക്കുന്നുണ്ട്. അതുപോലെ എന്ത് ചെയ്യും, ആ ട്യൂബിൽ നിന്ന് പ്രഷർ ഈ ഭാഗത്തേക്കും ഫ്ലോ ചെയ്യുന്നുണ്ടായിരിക്കും. അതുപോലെ ഇവിടേക്കും ആ എയറിൻ്റെ പ്രഷർ ഇങ്ങോട്ടും ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ ഈ ഒറിഫൈസിൻ്റെ അവിടെയും അതുപോലെ തന്നെ സിലിണ്ടറിൻ്റെ അവിടെയും ഉണ്ടാകുന്ന എയർ പ്രഷറിൻ്റെ ചേഞ്ചസ് കിട്ടാനാണ് നമ്മളിവിടെ ഒരു മാനോമീറ്ററിൻ്റെ അറേഞ്ച്മെൻറ്റ് കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ സെൻറ്റൻസിൽ പറയുന്നത് ശ്രദ്ധിക്കുക. ഇൻ നോ റെസ്ട്രിക്ഷൻ വെൻ ദ എയർ ഈസ് ഔട്ട് ദ ലെവൽ ഓഫ് വാട്ടർ ഇൻ മാനോമീറ്റർ ട്യൂബ് വിൽ കോയിൻസൈഡ് വിത്ത് ദാറ്റ് സിലിണ്ടർ. ഓക്കെ,
അതായത് ഇവിടുന്ന് ഈ പുറത്തേക്ക് ഫ്ലോ ചെയ്യുന്ന എയർ, ഓക്കെ, അല്ലെങ്കിൽ മെഷറിംഗ് ജെറ്റ് വഴി ഇങ്ങോട്ട് വരുന്ന എയറിന് പ്രത്യേകിച്ച് റെസ്ട്രിക്ഷൻസ് ഒന്നും ഇല്ലെങ്കിൽ എന്തായിരിക്കും ഉണ്ടാകുന്ന അവസ്ഥ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിനകത്തുള്ള ഈ വാട്ടറിൻ്റെ ലെവലും അതുപോലെ മാനോമീറ്ററിനകത്തുള്ള വാട്ടർ ലെവലും എന്തായിരിക്കും ഒരേ ലെവലിലായിരിക്കും എന്നാണ് പറയുന്നത്. രണ്ടും സെയിം ലെവലിലാണ് കോയിൻസൈഡ് ചെയ്യുന്നുണ്ടായിരിക്കുക. കാരണം അവിടെ പ്രഷർ ഡിഫറൻസ് ഒന്നും സംഭവിക്കുന്നില്ല ആ ഒരു സാഹചര്യത്തിൽ. The restriction of the air out depends upon variations in the dimensions to be measured. ഇനി എപ്പോഴാണ് ആ ഒരു എയറിൻ്റെ പുറത്തേക്ക് വരുന്ന എയറിന് റെസ്ട്രിക്ഷൻസ് ഉണ്ടാവുക? നമ്മുടെ ഈ ഡയമെൻഷൻസിലൊക്കെ, ഈ ഇവിടെയുള്ള വർക്ക് പീസിൻ്റെ ഡയമെൻഷൻസിലൊക്കെ എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉള്ളപ്പോഴായിരിക്കും എന്ത് ചെയ്യുക, ആ മെഷറിൻ്റെ അവിടെ എയർ പ്രഷറിന് വേരിയേഷൻ സംഭവിക്കുന്നുണ്ടായിരിക്കാം. The variations in the dimensions to be measured are converted into corresponding pressure variations which reads from the calibrated scale on the manometer. എന്ത് ചെയ്യും, ഇവിടെ ഉണ്ടാവുന്ന നമ്മുടെ ഈ വർക്ക് പീസിൻ്റെ ഡയമെൻഷൻസിൽ ഉണ്ടാവുന്ന വ്യത്യാസങ്ങൾ എന്ത് ചെയ്യും, അത് നമ്മുടെ ഈ ഒരു മെഷറിംഗ് ജെറ്റിൽ ആക്ട് ചെയ്യുകയും അത് കാരണം എന്ത് ചെയ്യും, നമ്മുടെ മാനോമീറ്ററിൽ പ്രഷർ വേരിയേഷൻ സംഭവിക്കുകയും ആ മാനോമീറ്ററിൽ കിട്ടുന്ന പ്രഷർ വേരിയേഷൻ ആയിരിക്കും എന്ത് ചെയ്യുക, കാലിബ്രേറ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മറ്റൊരു സ്കെയിലിലേക്ക് നമുക്ക് ആവശ്യമുള്ള ആ ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റിൽ കിട്ടേണ്ട അല്ലെങ്കിൽ ആ ഒരു ലീനിയർ സ്കെയിലിലേക്ക് അവിടെ കൺവേർട്ട് ചെയ്യുന്നുണ്ടായിരിക്കാം. സോ അതാണ് നമ്മുടെ ഒരു ന്യൂമാറ്റിക് കമ്പാരറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. വളരെ എളുപ്പമുള്ളൊരു വർക്കിംഗ് പ്രിൻസിപ്പിളാണ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഫിഗർ ഒന്ന് വരയ്ക്കാൻ പഠിക്കണം. അപ്പോൾ എന്ത് ചെയ്യുക, ആദ്യം ഇവിടെ ഒരു കംപ്രസർ ഉണ്ടായിരിക്കും, കാരണം നമുക്ക് കംപ്രസർ എയറാണ് ആവശ്യമുള്ളത്. സോ കംപ്രസറിന് നമ്മൾ ആ എയറിനെ സപ്ലൈ ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് ഫിൽട്ടർ ചെയ്യാനുള്ളൊരു ഭാഗമുണ്ട്, എയർ ഫിൽട്ടറാണ് വരുന്നത്. സോ കംപ്രസർ നമ്മുടെ ട്യൂബ് വരയ്ക്കുക, പിന്നെ ഒരു എയർ ഫിൽട്ടർ വരയ്ക്കുക, പിന്നെ ട്യൂബ് നേരെ നീളത്തിൽ അങ്ങോട്ടും വരയ്ക്കുക, താഴോട്ട് 2 ഭാഗം ഇറക്കി വരയ്ക്കാം. ഒരു ഭാഗം എന്ത് ചെയ്യുക, നമ്മൾ സിലിണ്ടറിലേക്ക് മുക്കി വെക്കുന്ന രീതിയിൽ വരയ്ക്കുക. പിന്നെ സിലിണ്ടറിൽ നിന്ന് മാനോമീറ്ററിൻ്റെ കണക്ഷനാണ് നമ്മൾ ഇങ്ങോട്ട് വരുന്നത്. സോ അത്രയും ഈ ഭാഗം കംപ്ലീറ്റ് ആവും. അവിടെ നമ്മൾ അതേപോലെ തന്നെ നമ്മൾ കൺട്രോൾ ഒറിഫൈസ് എന്ന് പറയുന്ന ഒരു ഭാഗം ഇവിടെ മാർക്ക് ചെയ്യണം. ഓക്കെ, ഒരു ഏരിയ കുറയുന്നൊരു ഭാഗം ഇവിടെ മാർക്ക് ചെയ്യണം. പിന്നെ അതിനകത്ത് വാട്ടറും മാർക്ക് ചെയ്യാം. ഓക്കെ, ഇതിനകത്ത് സിലിണ്ടറിനകത്ത് വാട്ടറും മാർക്ക് ചെയ്യുക. പിന്നെ മാനോമീറ്റർ പേര് കൊടുക്കുക, ടാങ്കിൻ്റെ പേര് വാട്ടർ ടാങ്ക് പേര് കൊടുക്കുക. ഈ മുക്കി വെച്ചിരിക്കുന്ന ഡിപ്പ് ചെയ്ത ട്യൂബ് അത് ഡിപ്പ് ട്യൂബാണ്. പിന്നെ എയർ ഫിൽറ്ററിന് പേര് കൊടുക്കുക, എയർ കംപ്രസറിന് പേര് കൊടുക്കുക, കൺട്രോൾ ഒറിഫൈസ്. പിന്നെ ഏറ്റവും എൻഡിൽ വരുന്ന നമ്മുടെ ഭാഗം മെഷറിംഗ് ജെറ്റ്സ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ആയിരിക്കും നമുക്ക് ആ ഒരു ഡയമെൻഷനിൽ ഉണ്ടാകുന്ന വേരിയേഷൻസ് ഇവിടെയാണ് ആക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. എൻഡിൽ നമുക്ക് ഇതേപോലെ വർക്ക് പീസ് എന്ത് ചെയ്യാം, ഇവിടെ വരച്ച് വെക്കാം, വർക്ക് പീസും എഴുതി വെക്കാം. സോ അത്രയും നമ്മുടെ ഫിഗർ കംപ്ലീറ്റ് ആവും. പിന്നെ മനസ്സിലാക്കേണ്ടത് നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ പറഞ്ഞു, അത് ആ രീതിയിൽ മനസ്സിലാക്കി വെച്ചിട്ട് എന്ത് ചെയ്യുക, അത് പോയിൻറ്റ് വൈസ് ആയിട്ട് നമ്മൾ ഇവിടെ കൊടുത്ത പോലെ തന്നെ ഓരോ പോയിൻറ്റ് വൈസ് ആയിട്ട് പഠിച്ചു വെക്കുക. അതിന് എഴുതി വെച്ചാൽ നമുക്ക് മുഴുവൻ മാർക്കും സ്കോർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മുടെ ന്യൂമാറ്റിക് കമ്പാരറ്റേഴ്സിൻ്റെ അഡ്വാൻറ്റേജ് പറയുന്നുണ്ട്. ഹൈ ഡിഗ്രി ഓഫ് മാഗ്നിഫിക്കേഷൻ ആണ്. ഓക്കെ, നമുക്ക് ഹൈ ഡിഗ്രി ഓഫ് മാഗ്നിഫിക്കേഷൻ സാധ്യമാണ് ഈ ഒരു കമ്പാരറ്റർ വെച്ചിട്ട്. ഇറ്റ് ക്യാൻ ബി ഈസിലി ഹാൻഡിൽഡ് ബൈ ദ സെമി സ്കിൽഡ് വർക്കർ എന്ത് ചെയ്യാം, ഈ ഒരു കമ്പാരറ്റർ നമുക്കൊരു സെമി സ്കിൽഡ് ആയിട്ടുള്ള വർക്കർക്കും ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഇറ്റ് ഈസ് വെരി സൂട്ടബിൾ ഫോർ മെഷറിംഗ് ഡയമീറ്റർ ഓഫ് ഹോൾസ്. അപ്പോൾ നമ്മുടെ ഹോൾസിൻ്റെ ഒക്കെ ഡയമീറ്റർ നമുക്ക് അളക്കാനായിട്ട് ഈ ഒരു ന്യൂമാറ്റിക് കമ്പാരറ്റർ വളരെ സൂട്ടബിൾ. നമ്മൾ ഫിഗർ കണ്ടാൽ മനസ്സിലാവും, ശരിക്കും പറഞ്ഞാൽ ഒരു ഹോള് പോലത്തെ ഭാഗമാണ് അപ്പോൾ മെഷർ ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഒരു അകത്താണ്, ഒരു ഇൻറ്റേർണൽ ഡയമെൻഷനാണ്. അപ്പോൾ നമ്മുടെ ഇങ്ങനെയുള്ള വർക്ക് പീസ് ആണെങ്കിൽ ആ വർക്ക് പീസിൻ്റെ അകത്ത് വരുന്ന ഈ ഒരു ഭാഗമാണ് അപ്പോൾ നമ്മൾ ഈ ഒരു മെഷറിംഗ് ജെറ്റ് വെച്ച് നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ മെഷർമെൻറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇറ്റ് ഈസ് വെരി സൂട്ടബിൾ ഫോർ മെഷറിംഗ് ഡയമീറ്റർ ഓഫ് ഹോൾസ്. ആക്യുറസി ഈസ് മോർ ഡ്യൂ ടു ലെസ് മൂവിങ് പാർട്സ്. ഇവിടെ മൂവിങ് പാർട്സ് കുറവാണ്, കാരണം എന്തായിരിക്കും, അതുകൊണ്ട് തന്നെ അവിടെ ആക്യുറസി കൂടുതലായിരിക്കും. നോ വെയർ ആൻഡ് ലെസ് ഇനേഷ്യ. നമുക്ക് അവിടെ വെയർ ആൻഡ് ടിയറും കുറവായിരിക്കും. ലിമിറ്റേഷൻസ് പറയുന്നത് നോക്കാം. ലിമിറ്റഡ് റേഞ്ച് അവൈലബിൾ. അപ്പോൾ നമുക്ക് റേഞ്ച് കുറവായിരിക്കും, നമുക്ക് വലിയൊരു റേഞ്ചിലേക്ക് നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല. ദിസ് ഈസ് നോട്ട് മച്ച് പോർട്ടബിൾ. അതായത് പോർട്ടബിൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കാരണം അതിൽ വാട്ടറൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, എയർ കംപ്രസർ യൂസ് ചെയ്യുന്നുണ്ട്. സോ നമുക്കത് പോർട്ടബിൾ ആക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. നീഡ് ആൻ എക്സ്റ്റേണൽ പവർ സോഴ്സ്. അല്ലെങ്കിൽ നമുക്കറിയാം ഇവിടെ എക്സ്റ്റേണലായിട്ട് പവർ സോഴ്സിൻ്റെ ആവശ്യമുണ്ട്, കാരണം കംപ്രസർ വർക്ക് ചെയ്യണമെങ്കിൽ ഇലക്ട്രിസിറ്റി ആവശ്യമുണ്ടായിരിക്കും. പിന്നെ ലോ റേറ്റ് ഓഫ് റെസ്പോൺസ്. പിന്നെ റെസ്പോൺസ് കുറച്ച് കുറവായിരിക്കും, കാരണം ഈ എയർ പ്രഷറിൻ്റെ വ്യത്യാസം അനുസരിച്ചാണ് അത് വർക്ക് ചെയ്യുന്നത്. സോ ആ റെസ്പോൺസ് കുറച്ച് ലാഗോ അല്ലെങ്കിൽ അതിലൊരു റെസ്പോൺസിൽ ചെറിയ കുറവ് വരാനുള്ള ചാൻസും കൂടുതലാണ്. സോ അതാണ് ഇതിൻ്റെ നമ്മുടെ ന്യൂമാറ്റിക് കമ്പാരറ്ററിൻ്റെ അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ ഡിസഡ്വാൻറ്റേജസും. ഓക്കെ, നമുക്കിനി അടുത്ത് വരുന്ന നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ആംഗുലാർ മെഷറിംഗ് ഇൻസ്ട്രുമെൻസിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആംഗുലാർ മെഷറിംഗ് ഇൻസ്ട്രുമെൻസിൽ പ്രധാനമായിട്ടും വരുന്നത് ഒന്ന് യൂണിവേഴ്സൽ ബെവൽ പ്രൊട്രാക്ടർ, അതേപോലെ ക്ലിനോമീറ്റർ, സൈൻ ബാർ, ഓട്ടോ കൊള്ളിമേറ്റർ. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾ അതുപോലെ ആംഗിൾ ഗേജസ് ഒക്കെ വരുന്നുണ്ട്. ഇതാണ് ആംഗിൾ ഗേജസ്.
അപ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ ഗേജിനെ കുറിച്ചും ഓട്ടോ കൊള്ളിമീറ്ററിനെ കുറിച്ചും സൈൻ ബാറിനെ കുറിച്ചും ക്ലിനോമീറ്ററിനെ കുറിച്ചും അതുപോലെ യൂണിവേഴ്സൽ ബെൽ പ്രൊട്ടക്ടറും കൂടി നമുക്ക് പഠിക്കാനുണ്ട്. ശരിക്കും അത്രയും കൂടി പഠിച്ച് നമ്മൾ ഈ ഒരു മൊഡ്യൂളിനെ സംബന്ധിച്ച് നമ്മൾ സേഫാണ്. കാരണം എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ യൂണിവേഴ്സൽ ബെൽ പ്രൊട്ടക്ടർ 7 മാർക്കിന് ചോദിക്കാറുണ്ട്, ക്ലിനോമീറ്റർ 7 മാർക്കിന് ചോദിക്കാറുണ്ട്, സൈൻ ബാർ 7 മാർക്കിന് ചോദിക്കാറുണ്ട്, അതേപോലെ ഓട്ടോ കൊള്ളിമീറ്ററും 7 മാർക്കിന് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു 4-5 ടോപ്പിക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് 7 മാർക്ക് സ്കോർ ചെയ്യാൻ എളുപ്പമായിരിക്കും. നമ്മൾ ഫസ്റ്റ് പറയാൻ പോകുന്നത് യൂണിവേഴ്സൽ ബെവൽ പ്രൊട്രാക്ടറിനെ കുറിച്ചാണ്. ഇപ്പോൾ ഇവിടെ ആ ഒരു യൂണിവേഴ്സൽ ബെവൽ പ്രൊട്രാക്ടറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഓരോ പാർട്ട് നമ്പറായിട്ട് കൊടുത്തിട്ടുണ്ട്. പാർട്ട് 1 ഈ കാണുന്ന ഭാഗം നമ്മുടെ സ്റ്റോക്കാണ്. ഈ ഒരു പ്രൊട്രാക്ടർ യൂണിവേഴ്സൽ ബെവൽ പ്രൊട്രാക്ടറിൻ്റെ സ്റ്റോക്കാണ്. രണ്ടാമത്തെ പാർട്ട് നമ്പർ 2 കാണിച്ചിട്ടുണ്ട്. അത് മൂവബിൾ ബ്ലേഡാണ്, മൂവ് ചെയ്യാൻ പറ്റിയ ബ്ലേഡാണ് മൂവബിൾ ബ്ലേഡ്. ഇനി പാർട്ട് നമ്പർ 3 ക്ലാമ്പ് ഓഫ് ബ്ലേഡ്. ഇതിനകത്തൊരു ക്ലാമ്പ് വരുന്നുണ്ട്, അതാണ് പാർട്ട് നമ്പർ 3 കാണുന്നുണ്ടായിരിക്കുക, ക്ലാമ്പ് ഓഫ് ബ്ലേഡ്. ഇനി പാർട്ട് നമ്പർ 4 വരുന്നത് മെയിൻ സ്കെയിലാണ്. ഈ കാണുന്ന സ്കെയില് മെയിൻ സ്കെയിലാണ്. പാർട്ട് നമ്പർ 4 വരുന്നത് മെയിൻ സ്കെയിലാണ്. ഇനി പാർട്ട് നമ്പർ 5 വരുന്നത് ഡിസ്ക് കാണുന്നുണ്ടായിരിക്കും. ഡിസ്ക് ഇതിന് നടുക്കുള്ള ഈ ഡിസ്ക്കാണ് നമ്മുടെ പാർട്ട് നമ്പർ 5 വരുന്നത്. പിന്നെ പാർട്ട് നമ്പർ 6 വരുന്നത് വെർനിയർ സ്കെയിലാണ്. ഇതിനകത്ത് ഈ കാണുന്ന ഭാഗമാണ് വെർനിയർ സ്കെയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുക. പാർട്ട് നമ്പർ 6 ആണ് വെർനിയർ സ്കെയിൽ. പിന്നെ പാർട്ട് നമ്പർ 7 ഇത് ടൈറ്റ് ചെയ്യുന്ന ലോക്കിംഗ് സ്ക്രൂ ആണ്. പാർട്ട് നമ്പർ 7 ലോക്കിംഗ് സ്ക്രൂ. നിങ്ങൾ ഈ ഫിഗർ വരയ്ക്കാൻ പഠിക്കണം, വളരെ ഈസി ആയിട്ടുള്ള ഫിഗറാണ്. അതിൽ ഓരോ പാർട്ടും ഓരോ ഭാഗങ്ങളും അടയാളപ്പെടുത്താനും മറക്കാൻ പാടില്ല. പാർട്ട് നമ്പർ 1 സ്റ്റോക്ക് അല്ലേ, പേര് ആലോചിച്ച് നോക്കുക. പാർട്ട് നമ്പർ 1 ഇത് സ്റ്റോക്കാണ്, ഇത് ബ്ലേഡാണ്. വേണമെങ്കിൽ ബ്ലേഡ് എന്ന് മാത്രം എഴുതിയാൽ മതി, അല്ലെങ്കിൽ മൂവബിൾ ബ്ലേഡ് എന്ന് എഴുതാൻ പറ്റും, എഴുതാൻ വേണമെങ്കിൽ. പിന്നെ പാർട്ട് നമ്പർ 3 ക്ലാമ്പാണ് വരുന്നത്, ക്ലാമ്പ് ഓഫ് ബ്ലേഡ്. പാർട്ട് നമ്പർ 4 മെയിൻ സ്കെയിലാണ് വരുന്നത്, പാർട്ട് നമ്പർ 4 മെയിൻ സ്കെയിൽ. പിന്നെ പാർട്ട് നമ്പർ 5 നമ്മുടെ ഡിസ്ക്കാണ് വരുന്നത്. പിന്നെ പാർട്ട് നമ്പർ 6 ഇവിടെ കണ്ടിരിക്കുന്നത് നമ്മുടെ വെർനിയർ സ്കെയിലിനകത്ത് സ്കെയിൽ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, വെർനിയർ സ്കെയിലാണ്. പാർട്ട് നമ്പർ 7 ലോക്കിംഗ് സ്ക്രൂ. അപ്പോൾ 7 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. നിങ്ങൾ ഈ ഒരു ഫിഗർ വരയ്ക്കുക, 7 ഭാഗങ്ങളും അടയാളപ്പെടുത്തുക, 7 ഭാഗത്തിൻ്റെയും പേര് മാർക്ക് ചെയ്യാം, എഴുതി വെക്കുക. സോ നമുക്കറിയാം യൂണിവേഴ്സൽ ബെൽ പ്രൊട്ടക്ടർ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മുടെ ആംഗുലാർ മെഷർമെൻറ്റ്സിനാണ്. അപ്പോൾ എക്സാമിനൊക്കെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് ഏതെങ്കിലും ഒരു 3 ആംഗുലാർ മെഷറിംഗ് ഡിവൈസിൻ്റെ പേര് എഴുതാനായിട്ട്, അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻ്റ് പേര് എഴുതാനായിട്ട്. അപ്പോൾ നമുക്ക് പറയാൻ പറ്റണം യൂണിവേഴ്സൽ ബെൽ പ്രൊട്ടക്ടർ ആംഗുലാർ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. ക്ലിനോമീറ്റർ യൂസ് ചെയ്യാൻ പറ്റും, സൈൻ ബാർ യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ ഓട്ടോ കൊള്ളിമീറ്റർ യൂസ് ചെയ്യാൻ പറ്റും, ആംഗിൾ ഗേജസ് യൂസ് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമുക്ക് ആംഗിൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആയിട്ട് പറയാൻ പറ്റും. നമ്മളിങ്ങനെ വലിയ ടോപ്പിക് പഠിക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ നിന്ന് ചോദിക്കുന്ന 3 മാർക്കിന് 1 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻസ് നമ്മൾ അത് തന്നെ എന്ത് ചെയ്യുക, ആ ഒരു ഐഡിയ വെച്ച്, അല്ലെങ്കിൽ ആ ഒരു കോൺസെപ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു നോളജ് വെച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ സ്കോർ ചെയ്യണം. സോ നമ്മൾ പറയാൻ പോകുന്ന യൂണിവേഴ്സൽ ബെൽ പ്രൊട്ടക്ടർ നമ്മളതിൻ്റെ ഫിഗർ നോക്കിയിട്ട് അതിൻ്റെ ഭാഗങ്ങൾ പറഞ്ഞു. നമുക്ക് ഇത്തിരി കൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നമ്മുടെ ബെൽ പ്രൊട്രാക്ടറിൻ്റെ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഫിഗറാണ് നിങ്ങൾക്ക് സ്ക്രീനിൽ കാണുന്നുണ്ടായിരിക്കുക. നമ്മൾ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ജസ്റ്റ് ഒന്നുകൂടി നോക്കാം. അതായത് നമ്മുടെ മെയിൻ സ്കെയിൽ വരുന്നുണ്ട് അല്ലേ, മെയിൻ സ്കെയിൽ പറഞ്ഞാൽ ചുറ്റുമുള്ള ഈ വലിയ സ്കെയിലാണ് മെയിൻ സ്കെയിൽ, നമ്മുടെ വെർനിയർ കാലിപ്പറൊക്കെ പോലെ തന്നെ. പിന്നെ നമ്മുടെ വെർനിയർ സ്കെയിൽ നമുക്കതിനകത്ത് ഈ കാണുന്ന ഇത്രയും ഭാഗം അല്ലേ, അതാണ് നമ്മുടെ നമ്മൾ എന്ത് ചെയ്യുക, നമുക്ക് ഒന്നും കൂടി ആക്യുറേറ്റ് ആയിട്ട് മെഷർ ചെയ്യാനാണ് നമ്മൾ വെർനിയർ സ്കെയിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുക. പിന്നെ നമ്മൾ ലോക്കിംഗ് സ്ക്രൂസ് കണ്ടു, സെൻറ്ററിലാണ് ലോക്കിംഗ് സ്ക്രൂസ് വരുന്നത്. പിന്നെ നമ്മുടെ ബ്ലേഡ്, ഓക്കെ, നമ്മുടെ മൂവബിൾ ബ്ലേഡും ഉണ്ട്, സ്റ്റോക്കും ഉണ്ട്. സ്റ്റോക്കാണ് ഈ കാണുന്ന ഭാഗം, ഓക്കെ. പിന്നെ ഈ വലിയ ബ്ലേഡ് അത് നമ്മുടെ അഡ്ജസ്റ്റബിൾ അല്ലെങ്കിൽ മൂവബിൾ ബ്ലേഡാണ്. നമ്മൾ നേരത്തെ കണ്ട ഫിഗർ നേരെ തലകീഴായിട്ടുള്ളൊരു ഫിഗർ ആയിരുന്നു. അപ്പോൾ നമുക്ക് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിൽ കാണാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ നോക്കാം, നമുക്ക് എന്തൊക്കെയാണ് ഇതിൽ മനസ്സിലാക്കി വെക്കേണ്ട പോയിൻറ്റ്സ് നോക്കാം. ദ വെർനിയർ ബെൽ പ്രൊട്ടക്ടർ ഈസ് a precision measuring instrument for measuring angles to an accuracy of 5 minutes. അപ്പോൾ ഇവിടെ ആംഗിൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അളക്കാൻ പറ്റുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ് വെർനിയർ ബെൽ പ്രൊട്രാക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ ഇതിൻ്റെ ആക്യുറസി ഒക്കെ പറയുന്നത് 5 മിനിറ്റ് ആണ്. ഒക്കെ ആംഗിളും 5 മിനിറ്റിലാണ് കൊടുത്തുള്ളത്. സോ ഇത് നിങ്ങൾക്ക് നമ്മുടെ എക്സാമിനൊന്നും ആവശ്യമില്ല. നിങ്ങൾ ഭാവിയിലൊക്കെ PSC എക്സാംസ് ഒക്കെ നോക്കുമ്പോൾ നമ്മുടെ ലിസ്റ്റ് കൗണ്ട് അല്ലെങ്കിൽ ആക്യുറസി ഓഫ് എ വെർനിയർ ബെൽ പ്രൊട്രാക്ടർ ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് 5 മിനിറ്റ് നമുക്ക് അപ്പം ആവശ്യം മതി, ഇപ്പം ആവശ്യമില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മാത്രമേ മതി, ഓക്കെ. നമ്മളതിൻ്റെ പ്രധാനപ്പെട്ട പാർട്സുകൾ പറഞ്ഞു. നമുക്ക് ഓരോ പാർട്സിൻ്റെയും ഫംഗ്ഷൻസ് നോക്കാം. ഫസ്റ്റ് വരുന്ന നമ്മുടെ സ്റ്റോക്ക്, ഓക്കെ, ഏറ്റവും താഴെ വരുന്ന ഈ ഭാഗമാണ് സ്റ്റോക്ക്. ഇതാണ് നമ്മുടെ സ്റ്റോക്ക്. ഇപ്പോൾ സ്റ്റോക്ക് എന്ന് പറയുമ്പോൾ
ദിസ് ഈസ് വൺ ഓഫ് ദ കോണ്ടാക്റ്റിംഗ് സർഫസസ് ഡ്യൂറിങ് ദ മെഷർമെൻറ്റ് ഓഫ് ആൻ ആംഗിൾ. ഇപ്പോൾ നമ്മളൊരു ആംഗിൾ അളക്കുന്ന സമയത്ത് ആ ഒരു കോണ്ടാക്റ്റ് വരുന്ന സർഫസാണ് നമ്മുടെ സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു ആംഗിൾ നമുക്ക് അളക്കണം. ഇതൊരു മെഷീൻ്റെ ഭാഗമാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആംഗിൾ അളക്കണമെങ്കിൽ ഒരു സർഫസിൽ വരുന്ന കോണ്ടാക്റ്റ് ആരായിരിക്കും? അത് നമ്മുടെ സ്റ്റോക്കായിരിക്കും. അതാണ് ഉദ്ദേശിക്കുന്നത്. പ്രിഫറബിളി ഇറ്റ് ഷുഡ് ബി കെപ്റ്റ് ഇൻ കോൺടാക്ട് വിത്ത് ദ ഡാറ്റം സർഫസ് ഫ്രം വിച്ച് ദ ആംഗിൾ ഈസ് മെഷേർഡ്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ സ്റ്റോക്ക് എവിടെ വെക്കുക വെച്ചാൽ നമ്മൾ എവിടെയാണോ ഡാറ്റം അല്ലെങ്കിൽ റെഫറൻസ് ആയിട്ട് എടുക്കുന്നത് ആ സർഫസിലായിരിക്കും നമ്മൾ സാധാരണയായിട്ട് സ്റ്റോക്ക് നമ്മൾ എന്ത് ചെയ്യുക, അലൈൻ ചെയ്യുക. ഓക്കെ, പിന്നെ ആ ഒരു ആംഗിളിൻ്റെ ഭാഗം എവിടേക്കാണ് വരുന്നത് അതിലേക്കാണ് നമ്മൾ ഈ ഒരു അഡ്ജസ്റ്റബിൾ ബ്ലേഡ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കുക. അതായത് താഴെ കാണുന്ന ഈ സ്റ്റോക്ക് ഉണ്ടല്ലോ, ഈ സ്റ്റോക്ക് ഇങ്ങനെ ഫിക്സഡായി നിൽക്കുകയാണ്. സോ നമ്മുടെ റെഫറൻസ് സർഫസ് ഏതാണോ അതിൻ്റെ മേലെ സ്റ്റോക്ക് കൊണ്ടുപോയി വെക്കും. പിന്നെ നമുക്ക് ആംഗിൾ അളക്കാനുള്ള ആ സർഫസിലേക്ക് എന്ത് ചെയ്യും, നമ്മുടെ ഈ അഡ്ജസ്റ്റബിൾ ടേബിൾ അല്ലെങ്കിൽ അഡ്ജസ്റ്റബിൾ ബ്ലേഡ് നമ്മൾ എന്ത് ചെയ്യും, അഡ്ജസ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ആംഗിൾ മനസ്സിലാക്കുക. ഓക്കെ, രണ്ടാമത്തെ നമ്മുടെ ഡയൽ നമുക്കറിയാം എന്തായിരിക്കും. ദ ഡയൽ ഈസ് ആൻ ഇൻറ്റഗ്രേറ്റഡ് പാർട്ട് ഓഫ് ദി സ്റ്റോക്കിൻ്റെ ഒരു ഭാഗമാണ് ഡയൽ എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് സർക്കുലർ ഇൻ ഷേപ്പ് ആൻഡ് ദ എഡ്ജ് ഈസ് ഗ്രാജുവേറ്റഡ് ഇൻ ഡിഗ്രീസ്. അതായത് ഡയൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു റീഡിങ് എടുക്കാനുള്ള ഭാഗമാണ് അല്ലേ, ഇതാണ് നമ്മുടെ ഡയൽ. അപ്പോൾ അതൊരു സർക്കുലർ ഷേപ്പാണ് ഉണ്ടായിരിക്കുക. ഇവിടെ കാണുന്നുണ്ടായിരിക്കും സർക്കുലർ ഷേപ്പിലാണുള്ളത്. അതിന് ചുറ്റും എന്തൊരു മെയിൻ സ്കെയിൽ റീഡിങ്ങും അതിൻ്റെ അകത്ത് പിന്നെ ഇവിടെ വെർനിയർ സ്കെയിൽ റീഡിങ്ങും ഒക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഡയൽ എന്താ മനസ്സിലാക്കുക. ഇനി നമ്മുടെ ബ്ലേഡാണ്, നമ്മുടെ അഡ്ജസ്റ്റബിൾ ബ്ലേഡാണ് പറയാൻ പോകുന്നത്. ബ്ലേഡ്, ദിസ് ഈസ് ദ അതർ സർഫസ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് കോണ്ടാക്ട്സ് ദ വർക്ക് ഡ്യൂറിങ് മെഷർമെൻറ്റ്. നമ്മൾ നേരത്തെ പറഞ്ഞു സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ റെഫറൻസ് സർഫസിൽ വെക്കുന്ന ഭാഗമാണ്. അതാണ് ഒരു ഭാഗത്ത് സർഫസ് കോണ്ടാക്റ്റ് വരുന്ന ഭാഗം സ്റ്റോക്കാണ്. രണ്ടാമത്തെ സർഫസ് കോണ്ടാക്റ്റ് എവിടെ വരിക, ബ്ലേഡാണ് വരിക. ബ്ലേഡ് എന്തായിരിക്കും, ദിസ് ഈസ് ദ അതർ സർഫസ് ഓഫ് ദ ഇൻസ്ട്രുമെൻറ്റ് ദാറ്റ് കോണ്ടാക്ട്സ് ദ വർക്ക് ഡ്യൂറിങ് മെഷർമെൻറ്റ്. അപ്പം മെഷർമെൻറ്റ് സമയത്ത് നമ്മൾ വർക്കിൻ്റെ മറ്റൊരു ആംഗിൾ വരുന്ന ഭാഗം നമ്മൾ എന്ത് ചെയ്യുക, സെറ്റ് ചെയ്യുന്നത് ഈ ബ്ലേഡ് എന്ന് പറയുന്ന ഭാഗം സർഫസ് കോണ്ടാക്റ്റ് കൊടുത്തിട്ടായിരിക്കും. ഇറ്റ് ഈസ് ഫിക്സഡ് ടു ദ ഡയൽ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ ക്ലാമ്പിംഗ് ലിവർ. എ പാരലൽ ഗ്രൂവ് ഈസ് പ്രൊവൈഡ് ഇൻ ദ സെൻറ്റർ ഓഫ് ദ ബ്ലേഡ് ടു എനേബിൾ ടു ബി ലോഞ്ചിറ്റ്യൂഡലി പൊസിഷൻഡ് വെനെവർ നെസസറി. അപ്പോൾ അതിന് നമുക്ക് ആവശ്യമില്ല, നമുക്ക് അത്ര ഡീറ്റെയിലേക്ക് പോകേണ്ട ആവശ്യമില്ല. ഇതിൻ്റെ ആവശ്യം അല്ലെങ്കിൽ ഇതിൻ്റെ ഫംഗ്ഷൻ നമുക്ക് മനസ്സിലാക്കിയാൽ മതി. ഓക്കെ, ആ ഒരു സ്റ്റോക്കിൻ്റെയും അതുപോലെ തന്നെ ബ്ലേഡിൻ്റെയും ഫംഗ്ഷൻ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഫിഗർ കാണുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും അത് ചെരിഞ്ഞിട്ടാണ് നിൽക്കുന്നത്. കാരണം ഇവിടെ ഒരു 45 ഡിഗ്രി ഓൾറെഡി സെറ്റ് ചെയ്തു അല്ലേ. അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, മേലോട്ട് ഇങ്ങനെ ഉയർത്താനും അല്ലെങ്കിൽ അതിനനുസരിച്ച് ഇവിടെ താഴേക്കും പോകുന്നുണ്ടായിരിക്കും. എന്നാൽ സ്റ്റോക്ക് എന്താണ്, സ്റ്റോക്ക് അവിടെ ഫിക്സഡാണ്. നമ്മൾ ആ സർഫസിൽ എന്ത് ചെയ്യും, ഫിക്സ് ആക്കി വെക്കും. പിന്നെ ആംഗിൾ വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇത് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കും. ഇനി ലോക്കിംഗ് സ്ക്രൂസ്, അതിൻ്റെ പേര് പോലെ തന്നെ നമുക്കറിയാം എന്തായിരിക്കും, നമ്മൾ ഒരു ആംഗിൾ സെറ്റ് ചെയ്തതിന് ശേഷം അത് ടൈറ്റ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യുക, ഉപയോഗിക്കുക, ലോക്കിംഗ് സ്ക്രൂ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. 2 നേൾഡ് ലോക്കിംഗ് സ്ക്രൂസ് ആർ പ്രൊവൈഡഡ്. 2 ലോക്കിംഗ് സ്ക്രൂസ് കൊടുത്തിട്ടുണ്ട്. 1 ടു ലോക്ക് ദ ഡയൽ ടു ദ ഡിസ്ക്. ഒന്നെന്തിനായിരിക്കും, ഈ ഡയലും ഡിസ്കും തമ്മിൽ ലോക്കാക്കാനായിട്ട്. ഓക്കെ, ഈ ഡയലും അല്ലേ, ഈ ഡയലും അതുപോലെ നമ്മുടെ ഡിസ്കും തമ്മിൽ ലോക്കാക്കാനായിട്ടാണ് ഒരു സ്ക്രൂ കൊടുത്തിട്ടുണ്ടായിരിക്കുക. പിന്നെ രണ്ടാമത്തെ സ്ക്രൂ കൊടുക്കുന്നുണ്ടായിരിക്കുക, അതിൻ്റെ ഫംഗ്ഷൻ ഇവിടെ പറയുന്നുണ്ടായിരിക്കും. ആൻഡ് ദ അതർ ടു ലോക്ക് ദ ബ്ലേഡ് ടു ദ ഡയൽ. ഓക്കെ, ബ്ലേഡും ഡയലും നമ്മുടെ ഈ ബ്ലേഡും അതുപോലെ തന്നെ നമ്മുടെ ഈ ഡയലും തമ്മിൽ ലോക്കാക്കാനാണ് എന്ത് ചെയ്യുന്നത്, രണ്ടാമത്തെ ഈ സ്ക്രൂ കൊടുത്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ 2 സ്ക്രൂ ഉണ്ട്, ഒന്ന് സെൻറ്ററിലും ഒന്ന് ഇവിടെയും. ഒന്ന് ബ്ലേഡും ഡയലും ലോക്കാക്കുന്നു, ഒന്ന് ഡയലും ഡിസ്കും ലോക്കാക്കുന്നു. പിന്നെ ഓക്കെ, അപ്പോൾ അതിൻ്റെ പിന്നെ ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ യൂസ് പറയുന്നുണ്ട്. യൂസസ് ഓഫ് വെർനിയർ ബെൽ പ്രൊട്രാക്ടർ. Apart from being used for measuring angles, a Vernal Bell protractor is also used for setting work holding devices on machine tools, work tables, etc. അതുപോലെ നമ്മുടെ എന്താ പറയുക, മെഷീനിൽ വരുന്ന നമ്മൾ യൂസ് ചെയ്യുന്ന വർക്ക് ഹോൾഡിംഗ് ഡിവൈസുകളെയും അതുപോലെ തന്നെ വർക്ക് ടേബിളിലൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഇതേപോലെ ബെൽ പ്രൊട്രാക്ടർ യൂസ് ചെയ്യാറുണ്ട്. കാരണം ആംഗിളൊക്കെ നോക്കിയിട്ട് സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഈ ഒരു യൂണിവേഴ്സൽ ബെൽ പ്രൊട്രാക്ടർ യൂസ് ചെയ്യാറുണ്ട്. ഇനി നോക്കട്ടോ, നമ്മൾ എങ്ങനെയാണ് ഇത് മെഷർ ചെയ്യുന്നത് നിങ്ങൾക്ക് ഫിഗർ കണ്ടാൽ മനസ്സിലാവും. ഇവിടെ ഒരു മെഷീൻ്റെ പാർട്ട് ഇവിടെ കണ്ടായിരിക്കും. ഇവിടെ ഒരു ചെരിവ് കൊടുത്തിട്ടുണ്ട് അല്ലേ, ഈ മെഷീൻ്റെ കൊടുത്തതല്ല, ആ മെഷീന് ഒരു ചെരിവുണ്ട് അല്ലേ, ഇവിടെ മെഷീന് ചെരിവുണ്ട്. അപ്പോൾ നമ്മൾ ആ ചെരിവ് അളക്കാൻ എന്ത് ചെയ്യാണ്, ഈ പ്രൊട്രാക്ടർ യൂസ് ചെയ്യണം. അതായത് ഇത് നമ്മുടെ സ്റ്റോക്കാണ്, ഇത് നമ്മുടെ അഡ്ജസ്റ്റബിൾ ബ്ലേഡ്. അപ്പോൾ എന്ത് ചെയ്യും, ഇത് നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതനുസരിച്ച് എന്ത് ചെയ്യാം, നമുക്ക് ആംഗിൾ അനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് എന്ത് ചെയ്യാം, റീഡിങ് ഇവിടെ നിന്ന് കിട്ടുന്നതാണ്. ഇതുപോലെ മറ്റൊരു ഉണ്ടോ, ഈ ഒരു ഭാഗം ചെക്ക് ചെയ്യുന്ന ഈ ഒരു ആംഗിൾ, നമ്മുടെ ഈ ഒരു ചെരിവ് ചെക്ക് ചെയ്യുന്നത് കണ്ടോ, ഇതിവിടെ സ്ട്രൈറ്റ് ആയി നിൽക്കും. ഇതാണ് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നത്.
നമ്മൾ നേരത്തെ പഠിച്ചില്ല, കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചില്ല ഡയൽ ടെസ്റ്റ് ഇൻഡിക്കേറ്ററാണ് നമ്മുടെ കമ്പാരറ്റർ. ഓക്കെ, ഇങ്ങനെ ഉണ്ടായിരിക്കും അതിൻ്റെ ഒരു ഫിഗർ. നമ്മൾ നേരത്തെ അതിൻ്റെ വർക്കിംഗ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അകത്ത് ഇങ്ങനെ ഗിയറിൻ്റെ അറേഞ്ച്മെൻ്റ് ഒക്കെ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്കപ്പോൾ അത് നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂവിൽ ഈ ഒരു ഫിഗർ പഠിച്ചാൽ മതി. ഇതായിരിക്കും കുറച്ച് എളുപ്പത്തിൽ വരയ്ക്കാൻ സാധിക്കുക. പക്ഷേ അതിൻ്റെ എല്ലാ പാർട്സും വരയ്ക്കാൻ അല്ലെങ്കിൽ എല്ലാ പാർട്സിൻ്റെ പേരും അറിഞ്ഞിരിക്കണം. നമ്മുടെ രണ്ടാമത്തെ ആംഗിൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ് ക്ലിനോമീറ്റർ എന്ന് പറയുന്നത്. നോക്കാം എന്താണ് ക്ലിനോമീറ്റർ. എ ക്ലിനോമീറ്റർ ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് യൂസ്ഡ് ഫോർ മെഷറിംഗ് ആംഗിൾസ് ഓഫ് സ്ലോപ്പ്, എലിവേഷൻ ഓർ ഡിപ്രഷൻ ഓഫ് ആൻ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ഗ്രാവിറ്റീസ് ഡയറക്ഷൻ. അപ്പോൾ ഒന്നുമില്ല, നമ്മൾ ഇതേ ഫിഗർ കാണുന്ന പോലെ ഒരു ട്രീൻ്റെ ഹൈറ്റൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ആദ്യം നമ്മൾ ആംഗിൾ വെച്ച് കണ്ടതിന് ശേഷം നമുക്ക് ട്രീൻ്റെ ഹൈറ്റൊക്കെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കോമൺ ആയിട്ട് ക്ലിനോമീറ്ററിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുകയാണ്. ഇപ്പോൾ ഒരു സ്ലോപ്പിൻ്റെ ആംഗിളോ ഒരു എലിവേഷൻ ആംഗിളോ സ്ലോപ്പ് അല്ലെങ്കിൽ എലിവേഷൻ അല്ലെങ്കിൽ ഡിപ്രഷൻ ഓഫ് എൻ ഒബ്ജക്റ്റ് വിത്ത് റെസ്പെക്ട് ടു ദ ഗ്രാവിറ്റീസ് ഡയറക്ഷൻ. അപ്പോൾ നമ്മുടെ ഗ്രാവിറ്റി ഡയറക്ഷൻ അനുസരിച്ചുള്ള ആ ഒരു ഡിപ്രഷൻ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആംഗിളൊക്കെ നമുക്ക് അളക്കാനായിട്ട് ഈ ഒരു ക്ലിനോമീറ്റർ യൂസ് ചെയ്യാൻ പറ്റും. പ്രധാനപ്പെട്ട രണ്ട് ഇൻസ്ട്രുമെൻറ്റ്സ് ആണ് യൂണിവേഴ്സൽ ബെൽ പ്രൊട്രാക്ടറും അതുപോലെ ക്ലിനോമീറ്ററും നമ്മുടെ ആംഗുലർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് ആണെന്ന് ഓർത്ത് വെക്കണം. എക്സാമിന് 1 മാർക്കിനും 3 മാർക്കിനും ചോദിക്കാറുണ്ട്, പേരുകൾ ചോദിക്കാറുണ്ട്. ഓക്കെ, ഈ ക്ലിനോമീറ്ററിൻ്റെ ഫംഗ്ഷൻ നമുക്ക് ഒന്നും കൂടി മനസ്സിലാക്കേണ്ടത് നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ഒരു ആനിമേഷൻ കണ്ടു നോക്കാം. ഇപ്പോൾ നമ്മുടെ ക്ലിനോമീറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളൊക്കെ ശ്രദ്ധിക്കുക. റോട്ടറി മെമ്പർ ഉണ്ട്, അവിടെ എങ്ങനെയാണ് ആ ഒരു മൂവ്മെൻ്റ് ഒക്കെ മനസ്സിലാക്കുക കേട്ടോ. നമ്മൾ ആംഗിൾ മെഷർ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുക എന്നുള്ളത് ജസ്റ്റ് ഒരു പ്രൊട്രാക്ടറിൻ്റെ ഒരു സെറ്റപ്പാണ്. വളരെ ഈസി ആയിട്ടുള്ളൊരു മെത്തേഡാണ് ചെയ്യുന്നത് ക്ലിനോമീറ്റർ. ആ ഒരു പോയിൻ്ററിലായിരിക്കും നമുക്ക് റീഡിങ് കിട്ടുന്നത്. അതുപോലെ ആ പോയിൻ്ററിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു നമ്മുടെ ഇത് കാണുന്നുണ്ടായിരിക്കും, സ്പിരിറ്റ് ലെവലാണ്. ഈ കാണുന്നത് സ്പിരിറ്റ് ലെവലാണ് ഇതിൻ്റെ അകത്ത് കാണുന്നത്. കണ്ടോ, ഇങ്ങനെയുള്ള ആംഗിൾസ് എങ്ങനെയാണ് മെഷറിങ് എന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു പെൻസിൽ പോലത്തെ അല്ലെങ്കിൽ പോയിൻ്റർ നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കും. അതായത് സ്പിരിറ്റ് ലെവലിൽ ആ ഒരു വാട്ടർ ലെവൽ കറക്റ്റാക്കി വെച്ചാൽ നമുക്ക് അവിടുത്തെ ആംഗിൾ കിട്ടും. അങ്ങനെ ഈ കാണുന്ന പോലെ θ° അവിടുത്തെ ആംഗിൾ കിട്ടും. നമുക്ക് വേണമെങ്കിൽ അവിടുത്തെ ഒരു ആ കാണുന്ന വലിയൊരു ആംഗിൾ ഇൻക്ലൂഡഡ് ആംഗിൾ കിട്ടാനായിട്ട് നമുക്ക് ഒരു ക്ലിനോമീറ്റർ കൂടെ നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം. അല്ലെങ്കിൽ സെയിം ക്ലിനോമീറ്റർ ഉപയോഗിച്ച് എന്ത് ചെയ്യാം, അപ്പുറത്ത് വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ആ 2 ആംഗിൾ കൂടെ എടുത്തിട്ട് എന്ത് ചെയ്യാം, അതിൻ്റെ ഒരു ഡിഫറൻസ് എടുത്ത് നമുക്ക് ആ ഒരു ടോട്ടൽ ഇൻക്ലൂഡ് ആംഗിൾ നമുക്ക് എടുക്കാൻ പറ്റും. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന പോലെ എന്ത് ചെയ്യാം, 2 ആംഗിളും θ φ എന്ന് പറഞ്ഞ 2 ആംഗിൾസ് ആണെങ്കിൽ ആ 2 ആംഗിൾ എന്ത് ചെയ്യും 180 മൈനസ് ആ θ+φ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും, അതിൻ്റെ അകത്തുള്ള ഇൻക്ലൂഡഡ് ആംഗിൾ കിട്ടുന്നതാണ്. അതാണ് നമ്മുടെ ഒരു ബേസിക് ഫംഗ്ഷനായിട്ട് മനസ്സിലാക്കേണ്ടത്, അല്ലെങ്കിൽ ബേസിക് വർക്കിംഗ് ഇങ്ങനെ ഉണ്ടായിരിക്കും കേട്ടോ. ക്ലിനോമീറ്ററിൻ്റെ ആ ഒരു ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. നമുക്കിനി അടുത്തതിലേക്ക് പോകാം. സൈൻ ബാറിനെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഇതും നമ്മുടെ ഒരു ആംഗുലർ മെഷറിംഗ് ഡിവൈസാണ്. വളരെ എളുപ്പമുള്ളൊരു സംഭവമാണ്. അതായത് നമ്മൾ പൈതഗോറസ് തിയറം എന്നുള്ളൊരു തിയറം ഉപയോഗിച്ചായിരിക്കും നമ്മളിവിടുത്തെ ആംഗിൾ അല്ലെങ്കിൽ അവിടുത്തെ ഒരു മെഷർമെൻറ്റ്സ് നമ്മൾ കാണുന്നുണ്ടായിരിക്കും. നോക്കാം സൈൻ ബാർ. എ സൈൻ ബാർ ഈസ് യൂസ്ഡ് ഇതർ ടു measure an angle very accurately or phase locate any work to a given angle, offering a high degree of accuracy in measuring angles for milling, grinding and inspection applications. ഒന്നുമില്ല, നമ്മുടെ ഈ ഒരു സൈൻ ബാർ യൂസ് ചെയ്യാൻ നമുക്കറിയാം ആംഗിൾ സെറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ആംഗിളൊക്കെ മെഷർ ചെയ്യാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ സൈൻ ബാറിൽ നമ്മൾ ഇവിടെ സ്പീക്കറിൽ കാണുന്ന പോലെ ഇവിടെ സ്ലിപ്പ് ഗേജസ് നമ്മൾ യൂസ് ചെയ്യും. സ്ലിപ്പ് ഗേജസ് പറഞ്ഞാൽ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള വളരെ പ്രിസൈസ്ഡ് ആയിട്ടുള്ള ചെറിയ ചെറിയ മെറ്റൽ ബ്ലോക്കുകളാണ് നമ്മൾ സ്ലിപ്പ് ഗേജ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ എത്ര ആംഗിളാണോ ഇതിനകത്ത് വന്നുള്ളത് അതനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ സ്ലിപ്പ് ഗേജസ് നമ്മൾ 1 by 1 ആയിട്ട് ഇങ്ങനെ മേലോട്ട് ഇതേപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കും. ഇങ്ങനെ ഇതിപ്പോൾ നമ്മളിങ്ങനെ സ്ലിപ്പ് ഗേജസ് ഓരോന്ന് സൈസ് അനുസരിച്ച് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചാണ്. അതേപോലെ എന്ത് ചെയ്യും, നമ്മുടെ ഈ കാണുന്ന ഭാഗമാണ് ശരിക്കും നമ്മുടെ ഈ ഒരു സൈൻ ബാറിൻ്റെ ഭാഗം വരുന്നത്. അതുപോലെ എന്ത് ചെയ്യും, നമുക്ക് ഇവിടുത്തെ ഒരു ആംഗിൾ കാണണം. ഈ കാണുന്ന പോലെ θ എന്ന് പറയുന്ന ആംഗിൾ നമുക്ക് കാണണം. അല്ലെങ്കിൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ബ്ലോക്കാണ് ഇവിടെ ഉള്ളത് വിചാരിക്കുക. ഇതാണ് നമ്മുടെ ഒരു മെഷീൻ്റെ ബ്ലോക്കാണ് വിചാരിക്കുക. നമുക്ക് ഈ ആംഗിളാണ് കാണേണ്ടത് വിചാരിക്കുക. നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഇത് നമ്മുടെ ഒരു മെഷീൻ്റെ ബ്ലോക്കാണ് വിചാരിക്കുക. നമുക്ക് ഈ ആംഗിൾ കാണണം, ഈ ആംഗിൾ നമുക്ക് കാണണം. നമ്മൾ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇവിടെ കാണിച്ച പോലെ നമ്മൾ സ്ലിപ്പ് ഗേജസ് ഇവിടെ ഇങ്ങനെ 1 by 1 ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് മേലോട്ട് വെക്കും. ശേഷം ഈ കാണുന്ന പോലെ സൈൻ ബാർ എന്ത് ചെയ്യും, ഇവിടെ ഈ സർഫസിൽ എന്ത് ചെയ്യും വെക്കും. വെച്ചതിന് ശേഷം നമുക്ക് സൈൻ ബാറിൻ്റെ ഒരു എൻഡ് ഇതിൻ്റെ മേലെ സപ്പോർട്ട് ചെയ്യണം. ആ സപ്പോർട്ട് ചെയ്യണം നമ്മൾ ഇവിടെ സ്ലിപ്പ് ഗേജ് കൊടുക്കുന്നത്.
ഓക്കെ, നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ പൈതഗോറസ് തിയറം നമ്മൾ യൂസ് ചെയ്യാം. അതായത് ഈ തീറ്റ അല്ലെ, നമുക്കറിയാം ഇപ്പോൾ സൈൻ തീറ്റ, ആംഗിൾ സൈൻ തീറ്റ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം എതിർവശം എന്ന് പറഞ്ഞാൽ ഈ തീറ്റ എന്ന് പറഞ്ഞ ആംഗിളിൻ്റെ അല്ലെ, ഇതൊരു നമ്മുടെ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണെങ്കിൽ ഈ തീറ്റേൻ്റെ ഓപ്പോസിറ്റ് വശം എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന വശമാണ് അല്ലേ. ഓപ്പോസിറ്റ് സൈഡ് ബൈ നമ്മുടെ ഹൈപ്പോട്ടന്യൂസ് കർണം എന്ന് പറയും അല്ലേ, ഓപ്പോസിറ്റ് ബൈ ഹൈപ്പോട്ടന്യൂസ് പറയും നമ്മൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ നിന്ന് ഇപ്പം ഈ ലെങ്ത്ത് അറിയാം, നമുക്ക് ഈ ലെങ്ത്ത് ഇതും അറിയാം, പിന്നെ സ്ലിപ്പ് ഗേജിൻ്റെ ഹൈറ്റും അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, സൈൻ തീറ്റ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാം, തീറ്റ അല്ലെങ്കിൽ ആംഗിൾ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഇതാണ് നമ്മുടെ സൈൻ, ആ ഒരു സൈൻ ഫംഗ്ഷൻ ഉപയോഗിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ആംഗിൾ കണ്ടെത്തുന്നുണ്ടായിരിക്കും. ഇതാണ് നമ്മുടെ സൈൻ ബാറിനെ കുറിച്ച് നമ്മൾ ബേസിക്കലി മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഓക്കെ, നോക്കാം. എ സൈൻ ബാർ കൺസിസ്റ്റ്സ് ഓഫ് ഹാർഡൻഡ് പ്രിസിഷൻ ഗ്രൗണ്ട് ബോഡി മെയ്ഡ് ഓഫ് ഹൈ കാർബൺ, ഹൈ ക്രോമിയം ആൻഡ് കൊറോഷൻ റെസിസ്റ്റൻറ്റ് സ്റ്റീൽസ്. നേരത്തെ കാണിച്ച പോലെ ഈ സ്ലിപ്പ് ഗേജുകളുണ്ട്, നമ്മൾ സ്ലിപ്പ് ഗേജ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. The body is mounted on two precision ground cylinders of equal diameters fixed at both ends. The distance between two cylinders is precisely known and controlled. The distance between the axes of the rollers is usually 5 or 10 inch units and 100, 200 or 300 mm in metric system. അപ്പോൾ നമുക്ക് ഈ ഒരു സൈൻ ബാറിൻ്റെ കേസിൽ നമുക്ക് അവിടെ കാണിച്ച പോലെ ഈ ലെങ്ത്ത് L നമുക്ക് അറിയുന്നുണ്ടായിരിക്കും. അതുപോലെ നമുക്ക് സ്ലിപ്പ് ഗേജിൻ്റെ ഹൈറ്റും നമുക്ക് എടുക്കാൻ പറ്റും, ഈ എച്ചും നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഈ എല്ലും എച്ചും ഉപയോഗിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഈ പറഞ്ഞ പോലെ നേരത്തെ പറഞ്ഞ പോലെ തീറ്റ നമ്മൾ ഫൈൻഡ് ചെയ്യും. ഇപ്പോൾ സൈൻ തീറ്റ പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാം, സൈൻ തീറ്റ ഈക്വൽ ടു എതിർവശം എച്ചാണ്, എതിർവശം ബൈ ഹൈപ്പോട്ടനൻസ് പറയുമ്പോൾ അവിടെ എല്ല് കാണിച്ചിട്ട്. അപ്പോൾ നമുക്ക് എച്ചും എല്ലും അറിയുന്നുണ്ടായിരിക്കും, അതായത് എച്ചും എല്ലും നമുക്കറിയാം, ആ വാല്യൂ കിട്ടും. അവിടെ എന്ത് ചെയ്യാം, നമ്മൾ സൈൻ ഇൻവേഴ്സ് ചെയ്താൽ നമുക്ക് അവിടെ നിന്ന് തീറ്റേൻ്റെ വാല്യൂ കിട്ടും, അതായത് ആംഗിൾ കിട്ടും. അതാണ് നമ്മുടെ സൈൻ ബാറിൻ്റെ ഒരു ബേസിക് വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, സൈൻ ബാറിനെ കുറിച്ച് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനായിട്ട് നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് സൈൻ ബാർ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ അല്ലേ, അപ്പോൾ ഇവിടെയാണ് നമ്മൾ നേരത്തെ കണ്ടുള്ള സൈൻ ബാർ, ഇവിടെയാണ് നമ്മൾ വെക്കുന്നുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് ഈ ലെങ്ത്ത് അറിയാം, അതായത് ഇവിടെ ഈ ഫിഗർ നമുക്കറിയാം, നമ്മുടെ മട്ടത്രികോണം എന്ന് പറയുക, അല്ലെങ്കിൽ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ ഹൈപ്പോണ്ടനിയസ് അഥവാ മലയാളത്തിൽ നമ്മൾ കർണം എന്ന് പറയാറുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് കർണം കിട്ടും. അതുപോലെ എന്ത് ചെയ്യാം, ഇവിടെ നമ്മൾ എന്ത് ചെയ്യും, സ്ലിപ്പ് ഗേജസ് ആണ് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ടായിരിക്കുക അതിൻ്റെ ഹൈറ്റ് കിട്ടാനായിട്ട്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, എച്ച് എന്ന് പറയുന്ന ഓപ്പോസിറ്റ് സൈഡിൻ്റെ ഹൈറ്റും കിട്ടും. ഇനി എന്ത് ചെയ്യാം, നമുക്ക് ഈ തീറ്റ കാണാൻ പറ്റും, അതായത് ആംഗിൾ കാണാൻ പറ്റും. ദ പ്രിൻസിപ്പിൾ ഓഫ് എ സൈൻ ബാർ ഈസ് ബേസ്ഡ് ഓൺ ദ ട്രിഗണോമെട്രിക്കൽ ഫംഗ്ഷൻ. അപ്പോൾ നമ്മുടെ ഈ ഒരു ട്രിഗണോമെട്രിക്കൽ ഫംഗ്ഷനാണ് നമ്മളിവിടെ സൈൻ ബാറിൻ്റെ പ്രിൻസിപ്പിളായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇൻ എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ദ ഫംഗ്ഷൻ നോൺ ആസ് സൈൻ ഓഫ് ദ ആംഗിൾസ് ഓഫ് ദ റിലേഷൻഷിപ്പ് എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ ദ ഓപ്പോസിറ്റ് സൈഡ് ടു ദ ആംഗിൾ ആൻഡ് ദ ഹൈപ്പോട്ടനസ്. നമ്മൾ പറഞ്ഞ പോലെ ഓപ്പോസിറ്റ് സൈഡിൻ്റെയും ഹൈപ്പോട്ടനസിൻ്റെയും ആ ഒരു റിലേഷൻഷിപ്പ് എന്നാണ് നമുക്ക് സൈൻ എന്ന് പറയുന്നില്ലേ. സൈൻ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്. ഓക്കെ, ഇറ്റ് മേ ബി നോട്ടഡ് ദാറ്റ് ഫോർ സെറ്റിംഗ് ദ സൈൻ ബാർ ടു ഡിഫറെൻറ്റ് ആംഗിൾസ് സ്ലിപ്പ് ഗേജസ് ആർ യൂസ്ഡ് അല്ലേ. അപ്പോൾ എന്ത് ചെയ്യും, നമ്മൾ സൈൻ ബാർ ഇവിടെയാണ് സെറ്റ് ചെയ്ത് വെക്കുക. സോ നമുക്ക് ഡിഫറൻറ്റ് ആംഗിൾ സെറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ ആംഗിൾ സെറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഇവിടുന്ന് ആംഗിൾ മേലോട്ട് കൂടുന്നതോറും എന്തായിരിക്കും, നമ്മൾ ഇവിടുത്തെ ഹൈറ്റ് കൂട്ടേണ്ടി വരും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇവിടെ ഹൈറ്റ് കൂട്ടേണ്ടി നമ്മൾ സ്ലിപ്പ് ഗേജാണ് ഇവിടെ അടിക്കടിക്ക് നമ്മൾ വെക്കുന്നുണ്ടായിരിക്കാം. എ സർഫസ് പ്ലേറ്റ് ഓർ മാർക്കിംഗ് ടേബിൾ പ്രൊവൈഡ്സ് ദ ഡാറ്റം സർഫസ് ഫോർ സെറ്റ്. അപ്പോൾ നമ്മൾ ഇതെല്ലാം ഒരു സർഫസ് പ്ലേറ്റിന് മേലെ വെച്ചിട്ടായിരിക്കും ചെയ്യുന്നുണ്ടായിരിക്കാം. ദ സൈൻ ബാർ, ദ സ്ലിപ്പ് ഗേജസ് ആൻഡ് ദ ഡാറ്റം സർഫസ് അപ്പോൺ വിച്ച് ദേ ആർ സെറ്റ് ടു ഫോം എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. നമ്മൾ എന്ത് ചെയ്യും, ആ സൈൻ ബാറും ആ സ്ലിപ്പ് ഗേജസും പിന്നെ ഏത് സർഫസിനെ റെഫറൻസ് ആയി എടുക്കുന്നത് ആ സർഫസും തമ്മിൽ എന്ത് ചെയ്യും, കൂട്ടിച്ചേർത്ത് നമ്മൾ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യും അല്ലേ. അതായത് ഇത് സൈൻ ബാർ, ഇവിടെ സൈൻ ബാറിൻ്റെ ലെങ്ത്ത് വരും, ഇവിടെ സ്ലിപ്പ് ഗേജിൻ്റെ ഹൈറ്റ് വരും. ഇതെന്താണ്, നമ്മുടെ ആ സർഫസ്, നമ്മൾ വെച്ചിരിക്കുന്ന സർഫസിൻ്റെ ആ ഒരു സൈഡിൻ്റെ ലെങ്ത്താണ് വരിക. ഇവിടെ കാണുന്ന പോലെ ഫിഗർ ഒന്നുകൂടി മനസ്സിലാവുന്നുണ്ടായിരിക്കും. നമ്മുടെ സൈൻ ബാറാണ് ഈ കാണുന്നത്, ഇവിടെ റോളറുണ്ട്. ഇങ്ങനെ നമുക്ക് ഈ ആംഗിൾ ഫൈൻഡ് ചെയ്യണം. ഫിഗറിൽ കാണുന്ന പോലെ ഈ ആംഗിൾ നമുക്ക് ഫൈൻഡ് ചെയ്യണം. നമ്മൾ ഇവിടെ കാണുന്ന പോലെ നമ്മൾ എന്ത് ചെയ്യും, അടിക്കടിക്ക് നമ്മൾ സ്ലിപ്പ് ഗേജസ് നമ്മൾ എന്ത് ചെയ്യും, അവിടെ അറേഞ്ച് ചെയ്യും. സോ നമ്മൾ അവിടെ നമുക്ക് ഈ ഹൈറ്റും കിട്ടും, പിന്നെ ഇവിടുത്തെ ഈ ലെങ്ത്തും കിട്ടും. അത് വെച്ച് നമ്മൾ എന്ത് ചെയ്യും, A/C അല്ലെ, സൈൻ തീറ്റ ഈക്വൽ ടു A/C. സൈൻ ഓഫ് ദ ആംഗിൾ എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടനസ് ആണ്, അതായത് സൈൻ തീറ്റ പറഞ്ഞാൽ A/C ആണ്. നമ്മൾ ഈ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഫംഗ്ഷൻസ്, മെഷറിങ് ആംഗിൾസ് നമുക്ക് മാർക്ക് ചെയ്യാൻ ഉപയോഗിക്കാം. സെറ്റിംഗ് അപ്പ് ഫോർ മെഷീനിലൊക്കെ നമുക്ക് വർക്ക് പീസിനൊക്കെ സെറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ സൈൻ ബാർ യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ.
ഇവിടെ ഒരു സൈൻ ബാർ വെച്ച് നമ്മൾ ഒരു ആംഗിൾ മെഷർ ചെയ്യുന്ന ചെറിയൊരു പ്രോബ്ലം കൂടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എക്സാമിനൊന്നും ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങൾക്ക് ഈ ക്ലാസ് കാണുമ്പം അത് മനസ്സിലാക്കാനായിട്ട് എന്താണ് സൈൻ ബാർ എന്നൊന്നും കൂടി മനസ്സിലാക്കാനായിട്ട് ഈ പ്രോബ്ലം ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യാവുന്നതാണ്. ഓക്കെ, നമ്മൾ എങ്ങനെയാണത് ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, സ്ലിപ്പ് ഗേജ് നമ്മൾ പറഞ്ഞു ഹൈറ്റ് എടുക്കാനായിട്ട് നമ്മൾ സ്ലിപ്പ് ഗേജസ് യൂസ് ചെയ്യുന്നത്. അതേപോലെ ബോക്സിലായിരിക്കും സ്ലിപ്പ് ഗേജസ് അറേഞ്ച് വെച്ചിട്ടുണ്ടായിരിക്കാം. ഓക്കെ, സ്ലിപ്പ് ഗേജ് പറഞ്ഞാൽ ബ്ലോക്കാണ്. സ്ലിപ്പ് ഗേജസ് ഓർ ഗേജ് ബ്ലോക്സ് ആർ യൂസ്ഡ് ആസ് സ്റ്റാൻഡേർഡ്സ് ഫോർ പ്രെസിഷൻ ലെങ്ത് മെഷർമെൻറ്റ്. അപ്പം പ്രെസിഷൻ ലെങ്ത് മെഷർമെൻറ്റ് നമ്മളൊരു സ്റ്റാൻഡേർഡ് എടുക്കാവുന്ന ആ ഒരു ചെറിയ ചെറിയ പീസുകളാണ് നമ്മൾ സ്ലിപ്പ് ഗേജ് അഥവാ ഗേജ് ബ്ലോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സൈൻ ബാറിനെ കുറിച്ച് അത്യാവശ്യം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും. ഇതൊക്കെ എക്സാമിന് ചോദിക്കുന്നതാണ്, 7 മാർക്കിനൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കണം അതിൻ്റെ പ്രിൻസിപ്പിളൊക്കെ. സോ സൈൻ ബാറും ക്ലിനോമീറ്ററും യൂണിവേഴ്സൽ ബെൽ പ്രൊട്രാക്ടറും നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. മൂന്നും മനസ്സിലാക്കി വെക്കുക. പേര് മറക്കാൻ പാടില്ല. എക്സാമിന് 1 മാർക്കിനും 3 മാർക്കിനും 7 മാർക്കിനും ചോദിക്കും ഈ ടോപ്പിക്കിൽ നിന്ന്. അടുത്ത നമ്മുടെ സ്പിരിറ്റ് ലെവൽ എല്ലാവർക്കും അറിയുന്ന ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ്, അല്ലെങ്കിൽ നമുക്കറിയാം നമ്മുടെ ആ ഒരു സർഫസിൻ്റെയൊക്കെ ആ ഒരു ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ പാരലാണെന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഗ്രാവിറ്റിക്ക് പാരലാണെന്ന് നമുക്ക് ചെക്ക് ചെയ്യാനായിട്ട് നമ്മൾ സ്പിരിറ്റ് ലെവൽ നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. ഇറ്റ് ഈസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഡിസൈൻ ടു ഇൻഡിക്കേറ്റ് വെദർ എ സർഫസ് ഈസ് ഹൊറിസോണ്ടൽ ഓർ വെർട്ടിക്കൽ, അല്ലെങ്കിൽ ഒരു സർഫസ് ഹൊറിസോണ്ടൽ ആണോ അല്ലെങ്കിൽ വെർട്ടിക്കൽ ആണോ എന്നൊക്കെ നമ്മൾ നോക്കാനായിട്ട് സ്പിരിറ്റ് ലെവൽ യൂസ് ചെയ്യും. എക്സാമിന് ചിലപ്പോൾ 1 മാർക്കും ചോദിക്കാം അതിൻ്റെ ഫംഗ്ഷൻ എന്താണ്. ആരും വെറുതെ എക്സാമിന് 1 മാർക്ക് വേസ്റ്റ് ആക്കാൻ പാടില്ല, എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് സ്പിരിറ്റ് ലെവൽ. ഓക്കെ, അതുപോലെ നമുക്ക് അടുത്തായിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഇൻസ്ട്രുമെൻ്റാണ് നമ്മുടെ ആംഗിൾ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റാണ് നമ്മുടെ ഓട്ടോ കൊള്ളിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ വരുന്നത് ആംഗിൾ ഗേജസ് ആണ്. ഓക്കെ, ആംഗിൾ ഗേജസും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ആംഗിൾ ഗേജസ് നോക്കാം. അപ്പോൾ ഇവിടെ ഒന്നുമില്ല, ഈ ഫിഗറിൽ കാണുന്ന പോലെ ഉണ്ടോ, ഇതാണ് നമ്മുടെ ആംഗിൾ ഗേജസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഡിഫറെൻറ്റ് ആംഗിളിൽ ഓൾറെഡി ഉണ്ടാക്കി വെച്ചുള്ള ഇതേപോലത്തെ ഗേജസ് ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ നമ്മൾ ഫീലർ ഗേജും അതുപോലെ നമ്മൾ പ്ലഗ് ഗേജൊക്കെ പഠിച്ച പോലെ തന്നെ നമ്മളിപ്പോൾ ഇതിപ്പോൾ ഒരു മെഷീൻ്റെ ഒരു ഭാഗം വിചാരിക്കുക. നമുക്ക് എന്ത് ചെയ്യണം, ഇതിനകത്തുള്ള ഈ ആംഗിൾ കാണണം വിചാരിക്കുക. ഈ ആംഗിൾ നമുക്ക് ഫൈൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇതുപോലത്തെ ആംഗിൾ ഗേജസ് എന്ത് ചെയ്യും, നമ്മളിവിടെ ഇങ്ങനെ കൊണ്ടുപോയി വെച്ച് നോക്കും. അപ്പോൾ ഏത് ആംഗിൾ ഗേജ് വെക്കുമ്പോഴാണ് കറക്റ്റായിട്ട് അതിൻ്റെ ബോട്ടം സർഫസും ടോപ്പ് സർഫസും ഇങ്ങനെ നിൽക്കുന്നത്, ആ ആംഗിൾ ഗേജിൽ കിട്ടുന്ന ആംഗിൾ ആയിരിക്കും, അല്ലെങ്കിൽ ആ ആംഗിൾ ഗേജ് എത്രയാണോ ആംഗിൾ അതായിരിക്കും അതിൻ്റെ ഒരു ആംഗിൾ എന്ന് പറയുന്ന തീറ്റ എന്ന് പറയുന്ന വാല്യൂ. സോ ആ ഒരു കോമൺ ഐഡിയ മനസ്സിലാക്കുന്നതാണ് നമ്മൾ ആംഗിൾ ഗേജിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് അത്ര മനസ്സിലാക്കി വെച്ചാൽ മതി ആംഗിൾ ഗേജിനെ കുറിച്ച്. ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വായിച്ച് നോക്കാം, പോയിൻറ്റ്സ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ലോജിക്ക് മനസ്സിലാക്കുക. ജസ്റ്റ് നമ്മൾ ആംഗിളിലേക്ക് എന്ത് ചെയ്യുക, ഈ കാണുന്ന ആംഗിൾ ഗേജ് കൊണ്ട് വെച്ച് നോക്കുക. ഈ സർഫസും 2 ഭാഗത്തും കോൺടാക്റ്റ് വരുന്ന ഏത് ആംഗിൾ ഗേജ് വെക്കുമ്പോഴാണോ അതിലിവിടെ നമ്മൾ ആംഗിൾ മാർക്ക് ഇവിടെ കണ്ടോ 45 ഡിഗ്രി എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കും, ഇവിടെ 15 ഡിഗ്രി എന്നൊക്കെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ ആ ഗേജ് ഏതാണോ ആ ആംഗിൾ ആയിരിക്കും അവിടുത്തെ ആംഗിൾ എന്ന് പറഞ്ഞാൽ. ഓക്കെ, ഏറ്റവും സിമ്പിളായിട്ടൊരു സംഭവമാണ്. ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്കിനി എക്സാം പോയിൻ്റ് ഓഫ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് നമ്മുടെ ഓട്ടോ കൊള്ളിമീറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊരു ഒപ്റ്റിക്കൽ മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റ് ആണ്. അതായത് ഒപ്റ്റിക്കൽ എന്താ പറയുക, നമ്മൾ ലൈറ്റ്സൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ആംഗിൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്, മെഷറിംഗ് ഇൻസ്ട്രുമെൻ്റാണ് നമ്മുടെ ഓട്ടോ കൊള്ളിമീറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ മൊത്തം 4 ഇൻസ്ട്രുമെൻസിനെ കുറിച്ച്, മൊത്തം 4 അല്ല 5ഓളം ഇൻസ്ട്രുമെൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് ആംഗിൾ മെഷർ ചെയ്യാനുള്ള ഏകദേശം 5ഓളം ഇൻസ്ട്രുമെൻസിൻ്റെ പേര് നമുക്ക് ഓർമ്മ കാണാം. ഓക്കെ, നോക്കാം എന്താണ് ഓട്ടോ കൊള്ളിമീറ്റർ. ആൻഡ് ഓട്ടോ കൊള്ളിമീറ്റർ ഈസ് എ ഒപ്റ്റിക്കൽ ഇൻസ്ട്രുമെൻറ്റ് ഫോർ നോൺ കോണ്ടാക്ട് മെഷർമെൻറ്റ് ഓഫ് സ്മോൾ ആംഗിൾസ് വിത്ത് വെരി ഹൈ സെൻസിറ്റിവിറ്റി. അപ്പോൾ നമുക്ക് വെരി ഹൈ സെൻസിറ്റീവ് ആയിട്ട് നമുക്ക് ആംഗിൾസ് മെഷർ ചെയ്യാൻ പറ്റിയൊരു ഇൻസ്ട്രുമെൻ്റാണ് ഓട്ടോ കൊള്ളിമീറ്റർ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആൻ ആംഗിൾ കമ്പാരറ്റർ ബേസ്ഡ് ഓൺ ദ പ്രിൻസിപ്പിൾ ഓഫ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ്. അപ്പോൾ ഒരു പോയിൻ്റാണ് എക്സാമിനൊക്കെ 1 മാർക്കും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നമ്മളെ ഒരു ഓട്ടോ കൊള്ളിമീറ്ററിൽ ഏത് പ്രിൻസിപ്പിളാണ് യൂസ് ചെയ്യുന്നത് അല്ലേ? അപ്പോൾ പറയാൻ പറ്റുന്നത് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. ഓക്കെ, ഇറ്റ് ഈസ് യൂസ്ഡ് ബൈ ദ പ്രിൻസിപ്പിൾ ഓഫ് റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ആണ്. ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ എന്ന് പറയുന്ന ഒരു പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ് നമ്മൾ ഓട്ടോ കൊള്ളിമീറ്റർ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ നമ്മൾ ജസ്റ്റ് ഈ ഫിഗർ നിങ്ങൾ എക്സാമിന് പഠിക്കുമ്പോൾ ഈ ഫിഗർ വരച്ച് പഠിക്കുക. ഓക്കെ, ഈ ഫിഗർ വരച്ച് പഠിക്കുക. ഇവിടെ ഒരു ലാമ്പ് കാണിച്ചിട്ടുണ്ട്, ലൈറ്റ് സോഴ്സാണ്. ഇവിടെ ആ ലൈറ്റാണ് അങ്ങോട്ട് താഴോട്ട് പാസ് ചെയ്യിക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അതുപോലെ ഇവിടെ ഒരു മൈക്രോമീറ്ററിൻ്റെ സെറ്റപ്പ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ലൈറ്റ് ഇങ്ങോട്ട് പാസ് ചെയ്തതിന് ശേഷം ഇവിടെ ആ ലൈറ്റിനെ സ്പ്ലിറ്റ് ചെയ്യാനുള്ളൊരു സ്പ്ലിറ്റർ ഉണ്ട്, അതാണ് ബീം സ്പ്ലിറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ ഈ ലൈറ്റിനെ ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാനുള്ള ഭാഗമാണ് ടാർഗറ്റ് ഗ്രാറ്റിക്യൂൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ കാണുന്നതായിരിക്കും, ഇവിടെ ലൈറ്റ് വന്ന് ഇവിടുന്ന് കോൺസെൻട്രേറ്റ് ആയി പിന്നെ ഇവിടെ സ്പ്ലിറ്റ് ആയിപ്പോയി ഇവിടുന്ന് വീണ്ടും സ്പ്ലിറ്റ് ചെയ്യുന്ന ഭാഗമാണ് ബീം സ്പ്ലിറ്റർ. പിന്നെ ഇവിടെ ഒബ്ജക്റ്റീവ് ലെൻസസ് 2 കൊടുത്തിട്ടുണ്ട്, കാണുന്നതായിരിക്കും ഒബ്ജക്റ്റീവ് ലെൻസ്, ഇവിടെ ഒരു ലെൻസും ഇവിടെ ലെൻസും. അപ്പോൾ അതിന് ഫോക്കസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ലെൻസ് കൊടുക്കുന്നത്. നമ്മൾ വർക്ക് പീസ് വെക്കുന്നുണ്ടായിരിക്കുക ഇവിടെ ആയിരിക്കും.
ഓക്കെ, വർക്ക് പീസ് വെക്കുന്നുണ്ടായിരിക്കും എവിടെയായിരിക്കും. അപ്പോൾ ഇവിടെ ഈ ഫിഗറിൽ കാണിച്ചിട്ടുണ്ട്, ശരിക്കും ഇവിടെ വെച്ചിരിക്കുന്ന വർക്ക് പീസിന് ഒരു ചെരിവുണ്ട് വിചാരിക്കാം, അല്ലെങ്കിൽ നമ്മൾ ആ വർക്ക് പീസിൻ്റെ ചെരിവാണ്. ഇപ്പോൾ ഒരു സപ്പോസ് ഇതിപ്പോൾ ഒരു ബിൽഡിംഗ് ആണെന്ന് വിചാരിക്കുക, ഇതിപ്പോൾ ഒരു ബിൽഡിംഗ് ആണ്, വളരെ ഹൈറ്റുള്ളൊരു ബിൽഡിംഗ് ആണ്. നമുക്ക് എന്ത് ചെയ്യണം, ഈ ബിൽഡിങ്ങിന് വല്ല ചെരിവുണ്ടോ എന്ന് നമുക്ക് അറിയണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഇതേപോലത്തെ ഓട്ടോകോളിമീറ്റർ നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അതായത് ലൈറ്റ് എന്ത് ചെയ്യുക, ഇവിടെ നിന്ന് ഇങ്ങോട്ട് റിഫ്ലക്റ്റ് ചെയ്യിക്കാം. ഇവിടെ നിന്ന് തിരിച്ച് വരുന്ന ലൈറ്റിൻ്റെ റിഫ്ലക്ഷൻ അനുസരിച്ചാണ് നമ്മൾ എന്ത് ചെയ്യുക, അവിടുത്തെ ആംഗിൾ നമ്മൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കുക. അതായത് നിങ്ങൾക്കിവിടെ കാണുന്നുണ്ടായിരിക്കും, ഇവിടുന്ന് കണ്ടോ, ഈ ലൈറ്റ് ഇവിടുന്ന് നേരെ ഇങ്ങോട്ട് പോയി. ഓക്കെ, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവിടെ ഉള്ള ഒബ്ജക്റ്റിന് ഇപ്പോൾ ഇങ്ങനെ ഒരു ചെരിവുണ്ട് വിചാരിക്കും, ഇതൊരു ചെരിവുള്ള ഒബ്ജക്റ്റാണ് ഇവിടെ വെച്ചുള്ളത് വിചാരിക്കുക. അപ്പോൾ ഇവിടുന്ന് ലൈറ്റ് അതിൻ്റെ മേലെ ചെന്ന് ഇടിക്കും. ശേഷം എന്ത് ചെയ്യും, റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് എന്തായിരിക്കും, ചെരിവുണ്ടെങ്കിൽ അവിടുന്ന് പാത്ത് മാറി വരും. ഓക്കെ, റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റ് ചെരിവുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇവിടുത്തെ ഒബ്ജക്റ്റിന് ചെരിവുണ്ടെങ്കിൽ അതിൻ്റെ പാത്ത് മാറിയിട്ട് വരും. ആ പാത്ത് മാറി ലൈറ്റ് ആയിരിക്കും തിരിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ടായിരിക്കാം. ഓക്കെ, തിരിച്ച് അങ്ങോട്ട് വരും, പാത്ത് മാറി ലൈറ്റ് ഇങ്ങോട്ട് വരും. അപ്പോൾ ഇവിടെ എന്തായിരിക്കും, ആദ്യം ഇവിടുന്ന് പോയ ലൈറ്റും വന്ന ലൈറ്റും തമ്മിൽ ഡിഫറൻസ് വരും. ഇവിടെയാണ് നമുക്ക് ആ ഡിഫറൻസ് കിട്ടുക. ഓക്കെ, അതായത് ഈ ഒരു ഭാഗത്ത് നമുക്ക് എന്ത് ചെയ്യും, ഇവിടെ ലൈറ്റ് ഇങ്ങനെ പോയിട്ടുണ്ടായിരിക്കും, തിരിച്ച് വന്നപ്പോൾ ഇത്രയും ഡിഫറൻസ് വന്ന് വിചാരിക്കുക, ഇവിടെ ഇത്രയും ഒരു ഡിഫറൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡിഫറൻസ് നോക്കിയിട്ടാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ഇവിടെ ഉണ്ടാകുന്ന അതിൻ്റെ ആംഗിൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. സോ ഇതാണ് നമ്മുടെ ആ ഒരു റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നതായിട്ട് പറയുന്നത്. ഒന്നും കൂടി മനസ്സിലാക്കി നമുക്ക് ജസ്റ്റ് അതിൻ്റെ ആനിമേഷൻ കണ്ടാൽ ഒന്നുകൂടി ക്ലിയർ ആയിക്കോളും. ഓക്കെ, നമ്മുടെ ഓട്ടോകോളിമേറ്ററിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും. ഓക്കെ, ഇതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മനസ്സിലാക്കുക. ഇവിടുന്ന് ഒരു ലൈറ്റ് റേസ് നമ്മൾ രണ്ട് ഭാഗത്താണ് ലൈറ്റ് സപ്ലൈ ചെയ്യുന്നുണ്ടായിരിക്കുക. ഒരു ലെൻസ് വെച്ച് നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടായിരിക്കും, ഇവിടെ ലെൻസ് വെച്ച് ഇങ്ങോട്ടേക്ക് ലൈറ്റിനെ ട്രാൻസ്മിറ്റ് ചെയ്തു. ഓക്കെ, ഇപ്പോൾ സംഭവിച്ചെന്താ മനസ്സിലാവുന്നുണ്ടായിരിക്കും. ഇവിടെ കണ്ടോ, ഇവിടെ ആംഗിൾ ഉണ്ടെങ്കിൽ ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റിൽ എന്ത് ചെയ്യും, അവിടെ വ്യത്യാസം വരും. അപ്പോൾ ഇവിടെ ഒരു ഡിഫറൻസ് വരും. അവിടെ കണ്ടോ, എക്സ് എന്ന് പറയുന്നൊരു ഡിസ്റ്റൻസ് ഉണ്ടോ, എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കാണിച്ചിട്ടുണ്ട്. കണ്ടോ, ഇവിടെ എക്സ് എന്ന് കാണിച്ചിട്ടുണ്ട്. ആ ഡിസ്റ്റൻസ് എന്ത് ചെയ്യും, ഈ ഇക്വേഷൻ വെച്ചായിരിക്കും നമ്മൾ പിന്നെ ഫൈനലി ഇവിടെ ഉണ്ടാകുന്ന ഈ ആംഗിൾ കാണുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇതിൽ ഇക്വേഷനിൽ എഫ് എന്ന് പറഞ്ഞാൽ ഫോക്കൽ ലെങ്ത് ആണ്. ജസ്റ്റ് നമുക്ക് അതിൻ്റെ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടായിരിക്കും എന്താ സംഭവിക്കുന്നുള്ളത്. ഇനി ഇവിടെ നോക്കാം. ലൈറ്റ് സോഴ്സ് ആണ് നമ്മൾ നേരത്തെ കണ്ട ഫിഗർ, നിങ്ങൾ വരച്ച് പഠിക്കേണ്ട ഫിഗറിൽ ലൈറ്റ് സോഴ്സ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു ഫിൽറ്റർ എലമെൻറ്റ് കൊടുത്തിട്ടുണ്ട്, കണ്ടൻസർ കൊടുത്തിട്ടുണ്ട്, ഡിഫ്യൂസർ. ഓക്കെ, ബീം സ്പ്ലിറ്റർ നമ്മൾ നേരത്തെ ഫിഗറിൽ കണ്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് നമ്മുടെ ഒരു ബേസിക് വർക്കിംഗ് വരുന്നത്. ലൈറ്റ് ഇവിടുന്ന് ഓൺ ചെയ്യുമ്പോൾ ലൈറ്റ് റേസ് ഫിൽറ്റർ വഴി താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യും, ലെൻസുകൾ വഴി താഴോട്ട് പ്രൊജക്റ്റ് ചെയ്യും. നേരെ പോകുന്നത് ബീം സ്പ്ലിറ്ററിലേക്കാണ്. അവിടെ കണ്ടൻസർ ലെൻസൊക്കെ യൂസ് ചെയ്യുന്നത് അവിടെ ഡിഫ്യൂസായി പോകുന്ന ലൈറ്റ്സിനൊക്കെ അബ്സോർബ് ചെയ്യാനാണ്. നിങ്ങൾ ആ ഫിഗറും ബേസിക്കലി വരയ്ക്കാൻ നന്നായിട്ട് പഠിക്കുക. പിന്നെ അത്യാവശ്യം നിങ്ങൾ നേരത്തെ കണ്ട ഫിഗറിൽ നമ്മുടെ പ്രിൻ്റ് ഔട്ടിലുള്ള അല്ലെങ്കിൽ നമ്മുടെ PPTയിലുള്ള ഫിഗർ നോക്കി പഠിച്ചാൽ മതി. ഒരുപാട് പാർട്സ് നമ്മൾ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ബീം സ്പ്ലിറ്റർ എന്തായാലും നിങ്ങൾ മാർക്ക് ചെയ്യണം. അവിടെ ബീമിനെ സ്പ്ലിറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണ്. കാരണം ഇവിടെ വർക്ക് പീസ് ഇപ്പോൾ സ്ട്രെയിറ്റ് ആയിട്ട് നിൽക്കുന്ന വർക്ക് പീസാണ്, ഇവിടെ ആംഗിളൊന്നുമില്ല. ഇവിടെ ഒബ്ജക്റ്റീവ് ലെൻസ് ഉണ്ട്, അതുവഴി ഒബ്ജക്റ്റിലേക്ക് നമ്മുടെ വർക്ക് പീസിലേക്ക് ലൈറ്റ് പാസ് ചെയ്യും. ഇപ്പോൾ നമ്മുടെ ആംഗിളൊന്നും ഇല്ലാത്ത സ്ട്രെയിറ്റ് ആയി നിൽക്കുന്ന വർക്ക് പീസിൻ്റെ കേസാണ് ഇപ്പോൾ ഇവിടെ കാണിച്ചുള്ളത്. അവിടെ ഒരു പോയിൻ്റ് O മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ കണ്ടോ ഇവിടെ വർക്ക് പീസ് ചെരിച്ച് വെച്ചിട്ടുണ്ട്. സംഭവിക്കുന്നത് നോക്കുക, ചെരിച്ച് വരുമ്പോൾ ഉണ്ടോ ഇവിടെ റിഫ്ലക്റ്റ് ചെയ്യുന്ന ലൈറ്റിൻ്റെ പാത്ത് മാറിയിട്ട് എന്ത് ചെയ്തു, ഇവിടെ ഡിഫറൻസ് വന്നു. തിരിച്ച് വന്ന ലൈറ്റിൽ ഡിഫറൻസ് വന്നു. അപ്പോൾ O എന്നും O' എന്ന് പറയുന്ന 2 പോയിൻ്റ് കിട്ടിയിട്ടുണ്ട്. അവർ തമ്മിൽ ഡിസ്റ്റൻസ് നമ്മൾ X ആയിട്ട് എടുക്കും. ആ X എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ കണ്ട ഇക്വേഷനിലേക്ക് കൊടുത്തിട്ട് 2θ F എന്ന് പറയുന്ന ഇക്വേഷനിലേക്ക് കൊടുത്തിട്ട് എന്ത് ചെയ്യും, നമ്മൾ ആ ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ ആംഗിൾ ഫൈൻഡ് ചെയ്യുന്നത്. സോ ഓട്ടോകോളിമേറ്ററിൻ്റെ ആ ഒരു വർക്കിംഗ് പ്രിൻസിപ്പിൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ ഈ ഫിഗർ പഠിക്കുമ്പോൾ ഈ ഫിഗർ പഠിക്കുക കേട്ടോ. സോ നമ്മുടെ ഈ ഒരു മൊഡ്യൂളിൽ അത്യാവശ്യം ടോപ്പിക്കുകളെല്ലാം കംപ്ലീറ്റ് ആയിട്ടുണ്ട്.
നമുക്കിനി നോക്കാനുള്ളത് നമ്മുടെ ആ ഒരു CMM എന്ന് പറയുന്ന മെഷീനെ കുറിച്ചാണ്. ഓക്കെ, ഇപ്പോൾ എക്സാമിനൊക്കെ സ്ഥിരമായി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യനാണ് CMM അഥവാ ഇവിടെ അതിൻ്റെ ഫുൾ ഫോം കൊടുത്തിട്ടുണ്ടായിരിക്കും, കോർഡിനേറ്റ് മെഷറിംഗ് മെഷീൻ. ഓക്കെ, കോർഡിനേറ്റ് മെഷറിംഗ് മെഷീനാണ് CMM എന്ന് പറഞ്ഞാൽ. ഇറ്റ് ഈസ് ആൻ എക്യുപ്മെൻറ്റ് ദാറ്റ് മെഷേഴ്സ് ദ ജോമെട്രീസ് ഓഫ് ഫിസിക്കൽ ഒബ്ജക്ട്സ്. ഇറ്റ് യൂസിങ് എ പ്രോബിംഗ് സിസ്റ്റം ടു ഡിറ്റക്ട് ഡിസ്ക്രീറ്റ് പോയിൻറ്റ്സ് ഓൺ ദ സർഫസ് ഓഫ് ഒബ്ജക്ട്സ്. അപ്പോൾ ഈ കാണുന്ന ഒരു മെഷീനാണ് നമ്മുടെ CMM എന്ന് പറയുന്നത്. അതായത് ഇതിൻ്റെ ഒരു ഉപയോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മുടെ വർക്ക് പീസിലോ അല്ലെങ്കിൽ നമ്മുടെ അങ്ങനെയുള്ള വർക്ക് പീസിൻ്റെ മേലൊക്കെ ഉണ്ടാകുന്ന ചെറിയ ചെറിയ വേരിയേഷൻസ്, അതിലുണ്ടാകുന്ന ജോമെട്രിക്കൽ വേരിയേഷൻസോ അല്ലെങ്കിൽ ജോമെട്രിക്കൽ ഇറഗുലാരിറ്റീസൊക്കെ നമ്മൾ കണ്ടെത്താനുള്ള ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു മെഷീനാണ് നമ്മുടെ കോർഡിനേറ്റ് മെഷറിംഗ് മെഷീൻ എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു മെഷീനിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളതിൻ്റെ ഒരു പ്രിൻസിപ്പൾ എന്ന് പറഞ്ഞാൽ നമ്മൾ 3 ആക്സിസിലും, ഓക്കെ, എക്സ് അതുപോലെ വൈ സെഡ്, ഈ 3 ആക്സിസിലും ഉള്ള എന്ത് ചെയ്യും, ആ ഒരു മൂവ്മെൻറ്റ് അനുസരിച്ച് നമ്മുടെ ആ ഒരു പ്രോബിൻ്റെ മൂവ്മെൻറ്റ് വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുന്നത് അവിടെ ഉണ്ടാകുന്ന ആ ഒരു എന്താ പറയുക മെഷീനറി പാർട്സിൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ വർക്ക് പീസ് എന്ന് പറയും കോമൺ ആയിട്ട് ആ വർക്ക് പീസിൻ്റെ ആ ഒരു വ്യത്യാസങ്ങൾ അതിൻ്റെ ഡയമെൻഷൻസിലോ അല്ലെങ്കിൽ അതിൻ്റെ ഷേപ്പിലോ ഒക്കെ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നത് ആ ഒരു 3 ആക്സിസിലുള്ള മൂവ്മെൻറ്റ്സ് അനുസരിച്ചായിരിക്കും. അപ്പോൾ നിങ്ങൾ എക്സാം പോയിൻ്റ് ഓഫ് വ്യൂലൊക്കെ ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ഒരു ഫിഗറാണ് വരച്ച് പഠിക്കുന്നത്. ജസ്റ്റ് ഒരു എന്താ പറയുക ഒരു മെഷീൻ്റെ ഫിഗർ പോലെ തന്നെ, അതായത് നമ്മുടെ വർക്ക് പീസ് വെക്കുന്ന ഭാഗം ഇതാണ്, പിന്നെ ഇതാണ് നമ്മുടെ പ്രോബ് എന്ന് പറയുന്നത്. പ്രോബ് എന്ന് പറഞ്ഞാൽ അതിങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഈ വർക്ക് പീസിൻ്റെ ഈ സർഫസിലൊക്കെ ഉണ്ടാകുന്ന ഇറഗുലാരിറ്റീസ് അല്ലെങ്കിൽ ആ ഷേപ്പിലുണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ മനസ്സിലാക്കാനാണ് ഒരു പ്രോബ് കൊടുക്കുന്നത്. പിന്നെ ഇവിടെ ഒരു പ്രധാനപ്പെട്ട കൺട്രോൾ യൂണിറ്റും ഉണ്ട്, ആ എന്ത് ചെയ്യും, അതുപോലെ കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടായിരിക്കും. ഓക്കെ, ഇവിടെ നോക്കുക, നമ്മൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പാർട്ട് ടു ബി ഇൻസ്പെക്റ്റഡ്. നമ്മൾ ഈ വർക്ക് പീസാണ് നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ കാണിച്ചിട്ടായിരിക്കും ഇവിടെ ഒരു പ്രോബിൻ്റെ ടിപ്പ് അല്ലേ, പ്രോബ് ടിപ്പ് ഉണ്ട്, പിന്നെ പ്രോബിൻ്റെ സ്റ്റെം ടിപ്പ് കണക്ട് ചെയ്യുന്ന ഭാഗമാണ്, പിന്നെ പ്രോബിൻ്റെ ഹെഡിലേക്ക് പ്രോബിൻ്റെ ടിപ്പ് കണക്ട് ചെയ്യുന്ന ഭാഗം പ്രോബ് സ്റ്റെമ്മാണ്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് മൂവ്മെൻറ്റ് ഉണ്ടായിരിക്കുക. ആ മൂവ്മെൻറ്റ് എന്ത് ചെയ്യും, നമ്മുടെ പ്രോബ് ടിപ്പിൽ കിട്ടുകയും ആ കാര്യം എന്ത് ചെയ്യും, കൺട്രോൾ യൂണിറ്റ് നമ്മുടെ സിസ്റ്റത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ആ ഡാറ്റ വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവിടെ ഉണ്ടാകുന്ന ഡയമെൻഷൻസിലൊക്കെ ഉണ്ടാകുന്ന ഇറഗുലാരിറ്റീസും അല്ലെങ്കിൽ അവിടുത്തെ ഷേപ്പിൻ്റെ വ്യത്യാസങ്ങളും അല്ലെങ്കിൽ ഡയമെൻഷനിൽ ഉണ്ടാകുന്ന മെഷർമെൻറ്റ്സിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങളൊക്കെ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു പ്രോബ് വെച്ച് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ CMM എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞ പോലെ ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് 3 ആക്സിസ്, നെയിംലി എക്സ് ആക്സിസ്, വൈ ആക്സിസ് ആൻഡ് സെഡ് ആക്സിസ് മെഷർമെൻറ്റ് ഈസ് ഡൺ ബൈ ദ പ്രോബ്. ദ പ്രോബ് കുഡ് ബി മെക്കാനിക്കൽ, ഒപ്റ്റിക്കൽ ഓർ ലേസർ. ഓക്കെ, ഇതിന് പ്രധാനപ്പെട്ട ഭാഗങ്ങൾ മെഷീൻ എന്ന് പറയുമ്പോൾ 3 ആക്സിസിലേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു പ്രോബിൻ്റെ സിസ്റ്റം ഉണ്ട്, പിന്നെ കൺട്രോളേഴ്സും അതുപോലെ സോഫ്റ്റ്വെയർസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സിസ്റ്റം ഉണ്ടായിരിക്കും. അതുപോലെ അഡ്വാൻറ്റേജസ് പറയുന്നത് സിംഗിൾ സ്റ്റെപ്പ് വളരെ ഫാസ്റ്റായിട്ടുള്ള മെഷർമെൻറ്റ്സാണ് നടക്കുന്നുണ്ടായിരിക്കുക. അതുപോലെ ഹൈ ഡിഗ്രി ഓഫ് ആക്യുറസി ആയിരിക്കും. അത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഡക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യാനും അതുപോലെ സെറ്റപ്പ് ടൈം, നമ്മുടെ വർക്ക് പീസൊക്കെ സെറ്റപ്പ് ചെയ്യുന്ന ടൈമൊക്കെ നമുക്ക് കുറയ്ക്കാനും സാധിക്കും. ജസ്റ്റ് ഇതാണ് നമ്മുടെ CMM കുറിച്ച് മനസ്സിലാക്കേണ്ടത്. നമുക്ക് വേണമെങ്കിൽ ഒന്നുകൂടി അതിന് എന്താണ് CMM എന്ന് മനസ്സിലാക്കാൻ ജസ്റ്റ് അതിൻ്റെ ഒരു ആനിമേഷൻ കൂടി കണ്ടു നോക്കാം. ഇവിടെ നിങ്ങൾക്ക് കാണുന്നതായിരിക്കും CMM കുറിച്ച് മനസ്സിലാക്കാനായിട്ട്. ഇപ്പോൾ ഒരു വർക്ക് പീസ് കണ്ടോ, അതിന് ഒരു സർക്കിൾ കാണുന്നുണ്ട്, അതിനകത്ത് സ്ക്വയർ കാണുന്നുണ്ട്, ഇവിടെ ഒരു ആംഗിൾ കാണിച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള വേരിയേഷൻസൊക്കെ നമ്മൾ മനസ്സിലാക്കാൻ അല്ലെങ്കിൽ വളരെ ഫാസ്റ്റായിട്ട് ഡിറ്റർമിൻ ചെയ്യാനുള്ള ഒരു മെഷീനാണ് നമ്മുടെ കോർഡിനേറ്റ് മെഷറിംഗ് മെഷീൻ എന്ന് പറയുന്നത്. നമ്മുടെ ഡിസൈനിൽ ഇങ്ങനെയാണ് ഉണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പ്രോബിൻ്റെ ടിപ്പാണ് ഇവിടെ കാണുന്നത് കേട്ടോ. ആ പ്രോബ് സ്റ്റെമ്മാണ് ഇവിടെ കാണുന്നുണ്ടായിരിക്കുക. നമ്മൾ വർക്ക് പീസ് അവിടെ വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കണ്ടോ വളരെ ഫാസ്റ്റായിട്ടുള്ളൊരു നമ്മുടെ ഒരു CNC മെഷീനൊക്കെ വർക്ക് ചെയ്യുന്ന പോലത്തെ ഒരു രീതിയാണ് സംഭവിക്കുന്നത്. നേരത്തെ പറഞ്ഞ പോലെ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും സെഡ് ആക്സിസിലുള്ള ആ ഒരു 3 കോർഡിനേറ്റ് എടുത്തിട്ടാണ് നമ്മളിവിടുന്ന് ആ ഒരു പ്രോബിൻ്റെ ഒക്കെ ടിപ്പ് മൂവ് ചെയ്യുന്നതായിരിക്കും. കണ്ടോ, ആ മെഷീൻ്റെ സെറ്റപ്പാണ് കാണുന്നത്. കണ്ടോ, ആ മൊത്തത്തിലുള്ള മൂവ്മെൻറ്റ്സ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഇപ്പോൾ 4 പോയിൻ്റ് ലൊക്കേറ്റ് ചെയ്തു ആ പ്രോബ് ടിപ്പ് വെച്ചിട്ട്. അത് വെച്ച് എന്ത് ചെയ്യും, അവിടുത്തെ ഡയമെൻഷൻസ് ലെങ്ത്തൊക്കെ നമുക്ക് വളരെ ആക്യുറേറ്റ് ആയിട്ടും വളരെ ഫാസ്റ്റായിട്ടും ഡിറ്റർമിൻ ചെയ്യാൻ പറ്റും. അതുപോലെ ഈ ഒരു സർക്കിൾ ടു ആ ഒരു ഹോളും ഈ ഒരു സ്ക്വയർ ഹോളും തമ്മിലുള്ള ഒരു ആംഗിൾ അളക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഡിസ്റ്റൻസൊക്കെ കൃത്യമായിട്ട് അളക്കാനൊക്കെ നമുക്ക് ഈ ഒരു സിസ്റ്റം അല്ലെങ്കിൽ നമ്മുടെ കോർഡിനേറ്റ് മെഷറിംഗ് മെഷീൻ യൂസ് ചെയ്യാവുന്നതാണ്.
സോ എക്സാമിന് സ്ഥിരമായിട്ട് ചോദിക്കുന്നൊരു ടോപ്പിക്കാണ്. ഇപ്പോൾ എന്നാലും സ്ഥിരമായി ചോദിക്കുന്നുണ്ടെങ്കിൽ കൂടി വലിയൊരു സംഭവമല്ല, വളരെ ഈസി ആയിട്ടുള്ളൊരു ഡയഗ്രാമാണ് നമുക്ക് ആവശ്യമുള്ളത്. പിന്നെ കുറച്ച് പോയിൻറ്റ്സ് മാത്രമേ പഠിക്കാനുള്ളൂ. ആ ഡയഗ്രാം നീറ്റായിട്ട് വരയ്ക്കുക, അതിൽ ഭാഗങ്ങൾ അടയാളപ്പെടുത്തുക, കുറച്ച് അതിനെക്കുറിച്ച് എക്സ്പ്ലെയിൻ ചെയ്യുക. നമ്മളിപ്പോൾ മനസ്സിലാക്കിയുള്ള കാര്യങ്ങൾ ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. നമുക്ക് മാക്സിമം സ്കോർ അല്ലെങ്കിൽ ഫുൾ മാർക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. സോ ഇതോടുകൂടി നമ്മുടെ 4th മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വളരെ ചെറിയൊരു മൊഡ്യൂളാണ്. മൊഡ്യൂൾ 3യും 4ഉം പഠിക്കാൻ വളരെ എളുപ്പമുള്ള, വളരെ കുറഞ്ഞ കണ്ടൻസ് മാത്രമേ മൊഡ്യൂൾ 3ലും 4ലും വരുന്നുള്ളൂ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കിയിട്ടുണ്ടായിരുന്നു അന്ന് പഠിച്ച ടോപ്പിക്ക് വെച്ചിട്ട്. നമുക്കിനി ബാക്കിയുള്ളത് വരുന്നത് നോക്കാം. ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. നമ്മൾ പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഡിസ്ക്രൈബ് ദ പ്രിൻസിപ്പിൾ ആൻഡ് വർക്കിംഗ് ഓഫ് സൈൻ ബാർ. സൈൻ ബാറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിളാണ് ചോദിച്ചുള്ളത്. ആ ഫിഗർ ഒന്ന് വരയ്ക്കുക, എക്സ്പ്ലെയിൻ ചെയ്യുക. അതേപോലെ ഇലക്ട്രിക്കൽ കമ്പാരറ്റർ, അതും നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ്, ഇലക്ട്രിക്കൽ കമ്പാരറ്റർ. അതുപോലെ വെർനിയർ ഡെപ്ത് ഗേജ് നമ്മൾ നോക്കിയിട്ടില്ല, നമുക്കതും കൂടി നോക്കാനുണ്ട്. ഓക്കെ, വെർനിയർ ഡെപ്ത് ഗേജിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. നെയിം എനി 3 ആംഗുലാർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ് യൂസ്ഡ് ഇൻ മെട്രോളജി. നമ്മൾ ഓൾറെഡി 5 പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും 3 എഴുതിയാൽ നമുക്ക് 3 മാർക്കാണ് വെറുതെ കിട്ടാൻ പോകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ദ സ്മോളസ്റ്റ് വാല്യൂ ദാറ്റ് ക്യാൻ ബി മെഷേർഡ് ബൈ എ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് ഈസ് കോൾഡ്. അല്ലേ, നമുക്കറിയാം ഒരു മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ് കൊണ്ട് ഏറ്റവും അളക്കാൻ പറ്റിയ ചെറിയ അളവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ലീസ്റ്റ് കൗണ്ടാണ്. അല്ലേ, അപ്പോൾ ലീസ്റ്റ് കൗണ്ട് നമ്മൾ നേരത്തെ 5 മിനിറ്റ് എന്നൊക്കെ യൂണിവേഴ്സൽ ബെൽ പ്രൊട്രാക്ടറിൻ്റെ കേസിൽ 5 മിനിറ്റാണ് അതിൻ്റെ ലീസ്റ്റ് കൗണ്ട് അല്ലെങ്കിൽ ആക്യുറസി എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്മോളസ്റ്റ് വാല്യൂ എന്ന് പറഞ്ഞാൽ ലീസ്റ്റ് കൗണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, പിന്നെ ബാക്കിയുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ ക്വസ്റ്റ്യനും അതുപോലെ ആ ക്വസ്റ്റ്യൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ്, അല്ലെങ്കിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. 2023 ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുകയാണെങ്കിൽ 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ മെൻഷൻ എനി 1 ഇൻസ്ട്രുമെൻറ്റ് ഫോർ ആംഗുലർ മെഷർമെൻറ്റ്. 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഏതെങ്കിലും ഒരു ആംഗുലർ മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ് പേര് എഴുതാനായിട്ട് നമുക്കറിയാം. ലിസ്റ്റ് എനി 3 കമ്പാരറ്റേഴ്സ്. ഏതെങ്കിലും 3 കമ്പാരറ്റേഴ്സിൻ്റെ പേര് നമുക്കറിയാം. ഐഡൻറ്റിഫൈ എനി 3 ലീനിയർ മെഷർമെൻറ്റ് ഇൻസ്ട്രുമെൻറ്റ്സ്. നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞില്ലെങ്കിൽ നമുക്കറിയാവുന്നതാണ്. നമുക്ക് വെർനിയർ കാലിപ്പർ എഴുതാം, പിന്നെ മൈക്രോമീറ്റർ എഴുതാം. ഇതൊക്കെ നമ്മൾ ലീനിയർ മെഷർമെൻറ്റ്സ് അളക്കാൻ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഏതെങ്കിലും 3 എഴുതാം. ഓക്കെ, പിന്നെ പ്ലഗ് ഗേജ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. പിന്നെ ലാസ്റ്റ് പഠിച്ചുള്ള ടോപ്പിക്ക് CMM. ഓക്കെ, എക്സ്പ്ലെയിൻ കോർഡിനേറ്റ് മെഷറിംഗ് മെഷീനെ കുറിച്ചാണ്. വീണ്ടും നമ്മൾ പഠിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്. എക്സ്പ്ലെയിൻ ദ വർക്കിംഗ് ഓഫ് ഓട്ടോ കൊള്ളിമീറ്റർ വിത്ത് നീഡ് സ്കെച്ച്. അപ്പോൾ എന്ത് ചെയ്യുക, ഓട്ടോ കൊള്ളിമീറ്റർ വരയ്ക്കുക, അതിൻ്റെ വർക്കിംഗ് എഴുതുക. പിന്നെ വീണ്ടും നമ്മുടെ വെർനിയർ ഡെപ്ത് ഗേജ് ചോദിച്ചിട്ട് നമ്മൾ നോക്കിയിട്ടില്ല, നമുക്കത് നോക്കാം. ഓക്കെ, അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. നെയിം എനി 2 മെത്തേഡ്സ് ഓഫ് ആംഗുലാർ മെഷർമെൻറ്റ്. നമ്മൾ 5 മെത്തേഡ്സ് തന്നെ പഠിച്ചിട്ടുണ്ട്. ഏതെങ്കിലും 2 എഴുതിയാൽ മതി. അടുത്ത വാട്ട് ഈസ് സർഫസ് റഫ്നെസ് ആണ്. നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയാത്തൊരു ടോപ്പിക്കാണ് സർഫസ് റഫ്നെസ്. നിങ്ങൾ മെഷീൻ ഡ്രോയിങ്ങിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. അതായത് സർഫസ് റഫ്നെസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വർക്ക് പീസിൽ നമ്മൾ വർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ സർഫസിലുണ്ടാകുന്ന നമ്മുടെ ടൂളിൻ്റെ ആ ഒരു മൂവ്മെൻ്റ് ഒക്കെ കാരണം, അല്ലെങ്കിൽ ടൂൾ ഇങ്ങനെ അതിൻ്റെ മേലെ കൂടെ സർഫസിലൂടെ മൂവ് ചെയ്തിട്ടാണ് അവിടെ സർഫസ് മെറ്റീരിയൽ റിമൂവ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ടൂളിൻ്റെ ചെറിയ ലൈൻസ് ഒക്കെ, ടൂൾ മൂവ് ചെയ്ത ചെറിയ ലൈൻസ് ചിലപ്പോൾ നമ്മുടെ സർഫസിലുണ്ടായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ചെറിയ ഇറഗുലാരിറ്റീസ് നമ്മൾ കോമൺ ആയിട്ട് സർഫസിൻ്റെ റഫ്നെസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെ 3 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ്. ഡിസ്ക്രൈബ് ദ ക്ലാസിഫിക്കേഷൻ ഓഫ് ഓട്ടോ കൊള്ളിമീറ്റർ. നമ്മൾ ജസ്റ്റ് ഓട്ടോ കൊള്ളിമീറ്ററിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ മാത്രമേ പഠിച്ചിട്ടുള്ളൂ, ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, അപ്പോൾ ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യാം, അതൊന്ന് സെർച്ച് ചെയ്ത് കണ്ടെത്തി നോക്കുക. നിങ്ങൾ ഒരു ഹോംവർക്ക് പോലെ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് കണ്ടെത്തി നോക്കുക. സ്കെച്ച് ആൻഡ് മാർക്ക് ദ പാർട്സ് ഓഫ് ക്ലിനോമീറ്റർ. ക്ലിനോമീറ്റർ നമ്മൾ പഠിച്ചാണ്. അതിൻ്റെ പാർട്സ് വരയ്ക്കുക, ചിത്രം വരയ്ക്കുക, പാർട്സ് മാർക്ക് ചെയ്യുക. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ വീണ്ടും വെർനിയർ ഡെപ്ത് ഗേജ് ചോദിച്ചിട്ടുണ്ട്. നമ്മളത് ഈ ഒരു PPT ഉൾപ്പെടുത്താൻ വിട്ടുപോയെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്കത് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. വാട്ട് ഈസ് മെക്കാനിക്കൽ ഒപ്റ്റിക്കൽ കമ്പാരറ്റർ. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പാരറ്ററിനെ കുറിച്ചാണ്, നമ്മൾ മെക്കാനിക്കൽ കമ്പാരറ്റർ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതിനെക്കുറിച്ചാണ് ചോദിച്ചുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഓൾറെഡി പഠിച്ച കാര്യം. പക്ഷേ നമ്മളിതിൽ ഒപ്റ്റിക്കൽ കമ്പാരറ്റർ നമ്മൾ പറഞ്ഞിട്ടില്ല. അതും നമുക്ക് എന്ത് ചെയ്യാം, ഈ വെർനിയർ ഡെപ്ത് ഗേജും അതുപോലെ ഒപ്റ്റിക്കൽ കമ്പാരറ്റർ വർക്കിംഗ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ പേപ്പർ ഓപ്പണിംഗ് ബിറ്റ്വീൻ 2 ലൈൻസ് വിച്ച് മീറ്റ് അറ്റ് എ പോയിൻ്റ് ഈസ് കോൾഡ്. ഓപ്പണിംഗ് ബിറ്റ്വീൻ, ഇതൊരു ലൈനാണ്, ഇത് മറ്റൊരു ലൈനാണ്. ഓപ്പണിംഗ് ബിറ്റ്വീൻ 2 ലൈൻസ് വിച്ച് മീറ്റ് അറ്റ് എ പോയിൻ്റ്, ഒരു പോയിന്റിൽ മീറ്റ് ചെയ്തു അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഓപ്പണിംഗ് എന്ന് പറഞ്ഞാൽ ശരിക്കും അതിൻ്റെ ആംഗിളാണ് അല്ലേ. പിന്നെ ആൻസർ ഒരു ആംഗിളാണ്, അല്ലെങ്കിൽ ആംഗുലർ മെഷർമെൻറ്റ് എന്ന് പറയാൻ പറ്റും.
അപ്പോൾ 1 മാർക്ക് 2 ക്വസ്റ്റ്യൻ നമുക്ക് അറിയാവുന്നതാണ്, നമ്മൾ പഠിച്ച ടോപ്പിക്കാണ്. വീണ്ടും റിപ്പീറ്റ് ക്വസ്റ്റ്യൻ ആണ്. ലിസ്റ്റ് ഔട്ട് എനി 3 ആംഗുലർ മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. ഓക്കെ. എക്സ്പ്ലെയിൻ ദ യൂസ് ഓഫ് സൈൻ ബാർ ടു മെഷർ സ്മോൾ കമ്പോണൻറ്റ്. ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യുക, എക്സ്പ്ലെയിൻ ദ യൂസ് ഓഫ് സൈൻ ബാറിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്ത് ചെയ്യുക, ആ ഫിഗർ വെച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. പിന്നെ CMM ആണ് ചോദിച്ചിട്ടുള്ളത്, നമ്മളിന്ന് പഠിച്ചു. പിന്നെ കമ്പാരിറ്റർ വീണ്ടും ചോദിച്ചിട്ടുണ്ട്, അത് നമ്മൾ പഠിച്ചാണ്. നിങ്ങൾ പ്രത്യേകിച്ച് എടുത്ത് പറഞ്ഞില്ല, ഇലക്ട്രിക്കലാണോ മെക്കാനിക്കലാണോ ഒന്നും പറഞ്ഞിട്ടില്ല, ന്യൂമാറ്റിക് ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന എന്ത് ചെയ്യുക, ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്യാം. ലാസ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഒരു മൊഡ്യൂളിൽ അവസാനം വരുന്ന ടോപ്പിക്കിൽ വരുന്ന ഭാഗമാണ്. നിങ്ങളത് പഠിക്കേണ്ട ആവശ്യമില്ല, വളരെ അപൂർവമായിട്ടേ ക്വസ്റ്റ്യനൊക്കെ എക്സാമിന് ചോദിക്കാറുള്ളൂ. അപ്പോൾ അത് ചോദിച്ചാൽ അതിൻ്റെ കൂടെ നമുക്ക് എളുപ്പത്തിലുള്ള ചെയ്യാൻ പറ്റിയ ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഞാൻ ഈ ടോപ്പിക്ക് തൽക്കാലം എടുക്കുന്നില്ല, കാരണം ഒരുപാട് കണ്ടൻസ് ആയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കാനും ബുദ്ധിമുട്ടായിരിക്കും. സോ നമുക്കിനി ഈ ഒരു മൊഡ്യൂളിൽ ബാക്കിയുള്ളത് നമ്മുടെ വെർനിയർ ഡെപ്ത് ഗേജാണ്. നമ്മുടെ PPTയിൽ അത് ഉൾപ്പെടുത്താൻ വിട്ടുപോയതാണ്. ഓക്കെ. സോ നമുക്കത് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ. തൽക്കാലം ക്ലാസ് വൈൻഡപ്പ് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.